നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി. രാഷ്ട്രപതിക്ക് സമ്പൂർണ്ണ വീറ്റോ അധികാരമില്ലെന്നാണ് ബില്ലുകൾ തടഞ്ഞുവെച്ചതിനെ ചോദ്യം ചെയ്ത് തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ പുറപ്പെടുവിച്ച ഉത്തരവിൽ 2 അംഗ ബെഞ്ചിൻ്റെ നിരീക്ഷണം. 3 മാസത്തിനകം രാഷ്ട്രപതി തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. അതേസമയം 2 ജഡ്ജിമാർ ഇരുന്ന് ഭരണഘടന തിരുത്തുകയാണെങ്കിൽ പാർലമെൻറ്റ് പിന്നെന്തിന് എന്നാണ് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ ചോദ്യം. ഗവർണർ സുപ്രീം കോടതി പോര് അതിര് കടക്കുന്നുവോ? ഭരണഘടനയ്ക്കും മേലെയാണോ കോടതിയുടെ പ്രവർത്തനം? ജനഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രഗത്ഭനായ അഭിഭാഷകനും നിയമജ്ഞനുമായ അഡ്വക്കേറ്റ് കെ രാംകുമാർ, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ടി ആസഫ് അലി, BJP വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ G ഗോപകുമാർ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് രാംകുമാർ, ഏപ്രിൽ 8 സുപ്രീം കോടതിയുടെ അസാധാരണ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണറുടെ ഒപ്പില്ലാതെ 10 നിയമങ്ങൾ പാസാക്കിക്കൊണ്ടുള്ള ഗസറ്റ് വിജ്ഞാപനം തമിഴ്നാട് സർക്കാർ പുറത്ത് ഇറക്കിയ ദിവസമാണ് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഭരണഘടനാ പദവിയെപ്പറ്റിയും അതിന്മേലുള്ള സുപ്രീം കോടതിയുടെ കൈകടത്തലിനെയും പറ്റി നാം ചർച്ച ചെയ്യുന്നത്. ഗവർണർക്ക് മാത്രമല്ല, രാഷ്ട്രപതിക്കും സുപ്രീം കോടതി മൂക്ക് കയറിടുന്നു. ഇതിന് സാധുതയുണ്ടോ, സാങ്കത്യമുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? നമ്മുടെ ഭരണഘടനയിൽ ഉള്ള പ്രമുഖമായ അനുച്ഛേദങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയെ നിലനിർത്തുന്നത് 3 തൂണുകളാണ്. 1 നിയമനിർമ്മാണ സഭ, 2 നിർവഹണ വിഭാഗം, 3 നീതി നിർവഹണം. ഈ 3 ഘടകങ്ങൾക്കും പ്രത്യേകം മേഖലകൾ നിർണ്ണയിക്കാൻ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഘടകത്തിന് മറ്റൊരു ഘടകത്തിൻ്റെ മേഖലയിൽ, പ്രവർത്തന മേഖലയിൽ കടന്നാക്രമണം നടത്താൻ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ല. ഒന്ന് ശരിയാണ്. മറ്റ് 2 ഘടകങ്ങളും ചെയ്യുന്ന പ്രവൃത്തികൾ ഭരണഘടനയ്ക്ക് അനുസൃതമാണോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനർത്ഥം ജുഡീഷ്യറി ഭരണഘടന നിശ്ചയിച്ച അതിർവരമ്പുകളെ കടന്ന് അതിക്രമങ്ങൾ കാണിക്കാനുള്ള അധികാരമായി അതിനെ വിവക്ഷിക്കുന്നതോ വിശേഷിപ്പിക്കുന്നതോ ശരിയല്ല. ഇവിടെ ചെയ്തിരിക്കുന്നത്, ഒരു ബില്ല് ഗവർണർക്കോ പ്രസിഡൻറ്റിനോ അയച്ചാൽ ഇത്ര സമയത്തിനകം അത് പരിഗണിക്കണമെന്ന് ഭരണഘടന ഒരു സ്ഥലത്തും പറയുന്നില്ല. മറിച്ച് ബന്ധപ്പെട്ട 111, 200, 201 അനുച്ഛേദങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ബില്ല് മടക്കി അയക്കുന്നത് പോലും ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് പദപ്രയോഗം നടത്തിയിരിക്കുന്നത്. കഴിയുന്നതും വേഗം. അപ്പോൾ ബില്ല് മടക്കി അയക്കുന്നതിന് മാത്രം കഴിയുന്നതും വേഗം എന്ന് ഭരണഘടന പദവി ഉപയോഗിക്കാൻ ശ്രദ്ധിച്ച ഭരണഘടനാ നിർമ്മാതാക്കൾ അസെൻറ്റ് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു സമയം നിർണയിച്ചിട്ടില്ല. ആ സമയം നിർണയിക്കാത്തോടത്ത് 3 മാസം അല്ലെങ്കിൽ 6 മാസം എന്ന് എഴുതി ചേർക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഭരണഘടനയുടെ ഏതനുച്ഛേദമാണ് അധികാരം നൽകുന്നത്? അധികാരമില്ലാത്തത് സ്വയം നിർവഹിക്കാൻ അവർക്ക് എന്തധികാരം വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്? ഒരു പക്ഷേ തങ്ങളുടെ വിധിക്ക് മേലെ വേറെ വിധികർത്താക്കളില്ല എന്ന ഒരു മനസ്ഥിതിയിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവർക്ക് നിർണയിച്ചിരിക്കുന്ന അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ പേരിൽ ഒരു കടന്നാക്രമണം നടത്തിയിരിക്കുകയാണെന്ന് പറയാൻ ഞാൻ എല്ലാ ബഹുമാനങ്ങളും വെച്ചുകൊണ്ട് നിർബന്ധിതനായിത്തീരും. കാരണം അത്രയും അസാധാരണമായൊരു വിധിയാണത്.
3 മാസം എന്ന് നിശ്ചയിച്ചു. എന്താ 6 മാസമാക്കാത്തത്? എന്താ 1 മാസമാക്കാത്തത്? എന്താ ഈ 3 മാസത്തിന് പ്രത്യേകത? അങ്ങനെ 3 മാസം നിശ്ചയിക്കാൻ ഭരണഘടന പറയാത്ത സ്ഥിതിക്ക് 3 മാസം എന്ന് നിയമനിർമ്മാണം നടത്താൻ നമ്മുടെ ജഡ്ജിമാർക്ക് ഏത് അനുച്ഛേദം അനുസരിച്ചാണ് അധികാരം കൊടുക്കുന്നത്? അപ്പോൾ ഇല്ലാത്ത അധികാരം വിനിയോഗിക്കാൻ ഭരണഘടനയുടെ 3 നെടുംതൂണുകളായ ഒന്ന് പരിശ്രമിച്ചാൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാൻ ഈ രാജ്യത്തെ ജനങ്ങൾ നിർബന്ധിതരായി തീരും. ആ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാണിച്ചത്. പിന്നെ ഇത് പറയുന്നത് ആരാണ്? അതാണ് ഏറ്റവും വലിയ സവഹം. നമ്മുടെ സുപ്രീം കോടതിയിൽ 5 ലക്ഷത്തിലധികം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. നമ്മുടെ ജില്ലാ കോടതികളിൽ 5.5 കോടി കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് സമീപകാലത്ത് ഒരു സെമിനാറിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി പ്രസ്താവിച്ചു. ഈ കേസുകൾ സമയബന്ധിതമായി തീർക്കാൻ യാതൊരു പരിശ്രമവും നടത്താതെ തങ്ങളുടെ പദവിയുടെ തിളക്കം മാത്രം ആസ്വദിച്ചുകൊണ്ടും ചുമതലകൾ നിർവഹിക്കാൻ തയ്യാറാക്കാത്തതുമായ ബഹുമാനപ്പെട്ട ജഡ്ജിമാരാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത സഭയോടും ജനങ്ങൾ തിരഞ്ഞെടുത്തവർ നിയമിച്ച ഗവർണറോട് പറയുന്നത് നിങ്ങൾ 3 മാസത്തിനകം ബില്ല് ചെയ്യൂ. 3 മാസത്തിനകത്ത് ഗവർണർക്ക് നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട്. ഗവർണർ സംസ്ഥാനത്തിൻ്റെ നിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ്. വിവിധ ചുമതലകൾ ആ കാര്യത്തിൽ നിർവഹിക്കാറുണ്ട്. ഏതെങ്കിലും സംഗതിവശാൽ ഔദ്യോഗിക തിരക്കുകൊണ്ടോ അല്ലാത്തത് കൊണ്ടോ പാസ്സാക്കിയ നിയമത്തിൻ്റെ സങ്കീർണത കൊണ്ടോ കൂടുതൽ ഉപദേശം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 3 മാസ സമയം പോരാതെ വന്നാൽ എന്ത് ചെയ്യും? കോടതി ലക്ഷ്യത്തിന് ഗവർണറെ സുപ്രീം കോടതി ശിക്ഷിക്കോ? ശിക്ഷിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആരും അത്ഭുതപ്പെടില്ല. കാരണം സുപ്രീം കോടതിൻ്റെ പ്രവർത്തന ശൈലി സമീപകാലത്ത് വളരെ വളരെ ചോദ്യാർഹമായ രീതിയിലാണ്. തങ്ങൾക്ക് മേലെ ആരുമില്ല എന്ന രീതിയിലാണ് സുപ്രീം കോടതി പെരുമാറുന്നത്. ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ല. മറിച്ച് മാധ്യമങ്ങളുടെ ആകർഷ വലയത്തിൽ പെട്ട മാതിരിയാണ് സുപ്രീം കോടതി മാത്രമല്ല നമ്മുടെ കേരള ഹൈക്കോടതി വരെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് ജനങ്ങളുടെ കേസുകൾ കേൾക്കാൻ സമയമില്ല. സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളും കൊല്ലങ്ങളോളം കെട്ടിക്കിടക്കാണ്. നേരെ മറിച്ച് പത്രമാധ്യമങ്ങൾ വരുന്ന കേസുകൾ വേഗം തീർക്കാൻ ഉത്സാഹം കാണിക്കുകയാണ്. ഇതാണോ നമ്മുടെ ഭരണഘടന ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മുടെ ഭരണഘടന ഉദ്ദേശിച്ചിരിക്കുന്നത് 3 വിഭിന്ന ഘടകങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കണം. അത് പ്രത്യേകിച്ചും നമ്മുടെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആരാധിക്കുന്ന, ജനങ്ങൾ അങ്ങേയറ്റം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു സംഘം ജഡ്ജിമാരാണ് നമ്മുടെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുണ്ട്. ആ ബഹുമാനം അർഹിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ജനങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്താണ് അവരുടെ പ്രവർത്തന ശൈലി? പാകിസ്ഥാൻ സുപ്രീം കോടതി പാകിസ്ഥാനിലെ പട്ടാള നിയമം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. നമ്മുടെ സുപ്രീം കോടതി എന്താ ചെയ്ത്? നമ്മുടെ അടിയന്തരാവസ്ഥ ശരിവെച്ചു. ADM ജബൽപൂർ കേസ് ഇപ്പോഴാണ് മകൻ വന്നിട്ടാണ് അച്ഛൻ്റെ വിധി റദ്ദാക്കിയത്. അതുമാത്രമല്ല, ആ വിധി എഴുതിയ ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞു, ഞാൻ ഭയപ്പെട്ട് കഴിയുകയായിരുന്നു. ഇതാണ് നമ്മുടെ സുപ്രീം കോടതി മാതൃക. മറിച്ച് പാപത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സന്തതിയായ പാകിസ്ഥാനിലെ ജനങ്ങൾ സുപ്രീം കോടതി ജഡ്ജിമാരെ ആരാധിക്കണം. കാരണം അവരെ തടവുകാരാക്കാവുന്ന പട്ടാള നിയമം ധൈര്യപൂർവ്വം റദ്ദ് ചെയ്യാനുള്ള ചങ്കൂറ്റം പാകിസ്ഥാൻ സുപ്രീം കോടതി ജഡ്ജിമാർ കാണിച്ചു. ഇതെന്തേ നമ്മുടെ ജഡ്ജിമാർ കാണിക്കാത്തത്? ഇവിടെ അതിൽ കൂടുതൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതിൽ കൂടുതൽ ബഹുമാനം ജനങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. പോട്ടെ, ഇവിടെ ജഡ്ജിമാരെ നിയമിക്കുന്നത് ജഡ്ജിമാരാണ്. എല്ലാ ചീഫ് ജസ്റ്റിസുമാരും മിക്ക നിയമ സെമിനാറുകളിലും ആവർത്തിക്കുന്നത് ബന്ധുക്കളുടെ സങ്കേതമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ജുഡീഷ്യറി. VR കൃഷ്ണയ്യർ അതിനെ വിളിച്ചത് കിൻ സിൻഡ്രോം എന്ന ഇംഗ്ലീഷ് പദപ്രയോഗമാണ്. ചുരുക്കത്തിൽ അച്ഛൻ്റെ മകൻ, അമ്മാവൻ്റെ ഭാര്യമാർ, മക്കൾ, മരുമക്കൾ ഇവരുടെ ഒരു സങ്കേതമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ജുഡീഷ്യറി. ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ല. കാരണം NJAC നാഷണൽ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു നിയമം
പാർലമെൻറ്റിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് കൈകൊണ്ടിച്ച് പാസ്സാക്കി. 100 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർലമെൻറ്റിൻ്റെ ആ ആഹ്വാനം, അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ആ ലക്ഷ്യം, ആഗ്രഹം 2 ഇന്ത്യക്കാരിലെ 2 പൗരന്മാരാണ് തകിടം മറിച്ചത്. 2 പേരുടെ ഭൂരിപക്ഷത്തോടു കൂടി NJAC റദ്ദ് ചെയ്തു. കാരണം നിയമമന്ത്രിയുടെ ഒരു നോമിനി ആ കമ്മിറ്റിയിൽ, അതായത് ജനപ്രതിനിധിയായ നിയമമന്ത്രിയുടെ ഒരു നോമിനി ആ കമ്മിറ്റിയിലിരിക്കുന്നത് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന് കടക്കവിരുദ്ധമാണ് എന്ന വിചിത്രവാദവുമാണ്. ഇപ്പോൾ ആ വിധി പ്രസ്താവിച്ച ഒരാൾ ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞു, ഞാൻ ദുഃഖിക്കുന്നു, അങ്ങനെ ഒരു വിധിയിൽ പങ്കാളിയായതുകൊണ്ട്. വൈകിപ്പോയി മിസ്റ്റർ ജസ്റ്റിസ്. ഈ രാജ്യത്തെ ജനങ്ങളോട് താങ്കളിൽ നിന്ന് സുപ്രീം കോടതി ചെയ്ത ഭീമമായ അനുമതിക്ക് പശ്ചാത്താപം വളരെ വൈകിട്ടാണ് അങ്ങേക്ക് വന്നത്. അത് അത്തരം ജനങ്ങളോട് വെല്ലുവിളിക്കുന്ന ഒരു രീതി നമ്മുടെ സുപ്രീം കോടതിയുടെ പ്രവർത്തന ശൈലിയിൽ വന്നിരിക്കുകയാണ് എന്ന് ദുഃഖപൂർവ്വം പറയേണ്ടി. അതും ജനങ്ങളെ ആരാധിക്കുന്നവർ മറ്റ് 2 ഘടകങ്ങളുടെ പ്രവർത്തനത്തിൽ മനം മുട്ടിയ ജനങ്ങൾ അവസാനത്തെ ആശ്രയമായി കാണുന്നത് ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിൽ നിന്ന് ഇതുപോലത്തെ ഒരു പെരുമാറ്റം വരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ ഒരു സംഭവമാണ് ശ്രീലങ്കയിൽ നടന്നത്. ശ്രീലങ്കൻ സുപ്രീം കോർട്ടിൻ്റെ നോക്കത്താൽ കാണാവുന്ന പ്രസിഡൻഷ്യൽ പാലസിൽ ജനങ്ങൾ കയ്യേറി. ധാക്കയിലും ഇതുപോലെ സംഭവിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ രാജ്യത്ത് സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ ഇത്രയും നിരുത്തരവാദമായ രീതിയിൽ ജനങ്ങളുടെ അവകാശങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അത് സംരക്ഷിക്കുന്ന ആളുകൾ തന്നെ പെരുമാറുകയാണെങ്കിൽ ഇവിടെ VR കൃഷ്ണയർ ഒരു വിധിന്യായത്തിൽ എഴുതിയ സംഭവം ഇവിടെയും സംഭവിക്കില്ലേ എന്ന് നമുക്ക് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഭരണഘടനയിലുള്ള അനുച്ഛേദങ്ങൾ നോക്കൂ. 111 അനുച്ഛേദമാണ് പാർലമെൻറ്റിൻ്റെ ബില്ലുകൾ പാസ്സാക്കുന്നത്. അതിൽ ഒരു സ്ഥലത്തും ഒരു സമയപരിധിയും വെച്ചിട്ടില്ല. മറിച്ച് ബില്ല് വീണ്ടും അസംബ്ലിക്ക് അയക്കുകയാണെങ്കിൽ ഞാനത് ആവർത്തിക്കില്ല, ആസ് സൂൺ ആസ് പോസിബിൾ. ഇത് തന്നെയാണ് നിയമസഭകളുടെയും. അപ്പോൾ സമയപരിധി വയ്ക്കാതെ ജനപ്രതിനിധികൾക്ക് അവകാശം കൊടുത്തതും ഗവർണർക്ക് വിചിന്തനം ചെയ്യാനുള്ള സാവകാശം കൊടുത്തതും അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സമയം കൊടുത്തതുമായ 2 അനുച്ഛേദങ്ങളുള്ള സ്ഥലത്ത് ബില്ലുകൾ 3 മാസം എന്ന് നിർണ്ണയിക്കാൻ ഏത് അനുച്ഛേദം വെച്ചിട്ടാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്? ഭരണഘടനയിൽ ഇല്ലാത്ത അനുച്ഛേദം വെച്ച് അധികാരം നിർവഹിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ജഡ്ജിമാർക്ക് ആരാണ് അധികാരം? അവരെ എല്ലാ കാര്യത്തിലും ഉപയോഗിക്കുന്ന 142 അനുച്ഛേദം പറയണത് മുഴുവൻ നീതിയും സമ്പൂർണ്ണ നീതിയും നിർവഹിക്കാൻ സുപ്രീം കോടതിക്ക് ചില പ്രവൃത്തികൾ. പക്ഷേ സമ്പൂർണ്ണ നീതി ഭരണഘടനാ അനുച്ഛേദങ്ങൾക്ക് വിരുദ്ധമാകാൻ പറ്റുമോ? 3 മാസം എന്നില്ലാത്തത് എഴുതി ചേർക്കാൻ നിയമനിർമ്മാണ സഭയുടെ അവകാശം സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കാൻ. ഇത് വളരെ ലളിതമായ വിഷയമാണ്. ഇതിനെ രാഷ്ട്രീയ കാര്യങ്ങളെ കൊണ്ട് സ്ഥിരം ജുഡീഷ്യറിയെ ആക്രമിക്കുന്ന ചില രാഷ്ട്രീയ ശക്തികൾ വളരെ സന്തോഷവാന്മാരായിട്ട് ഈ വിധിയെ ഇപ്പോൾ പ്രകീർത്തിക്കുന്നു. അവരതിൻ്റെ അപകടം അവർ മനസ്സിലാക്കാതെയാണ് അഭിപ്രായം പറയണം. ഈ രാജ്യത്ത് പരമാധികാരം ജനങ്ങളിലാണ്. ആ ജനങ്ങൾ നിർണ്ണയിക്കുന്ന ജനപ്രതിനിധികൾ നിശ്ചയിക്കുന്നതാണ് ഈ രാജ്യത്തെ നിയമം. അല്ലാതെ ശമ്പളക്കാരായിട്ടുള്ള ജഡ്ജിമാരല്ല നിയമനിർമ്മാണം നടത്തേണ്ടത്. അതിനാണ് 5 കൊല്ലം കൂടുമ്പോൾ അധ്വാനിച്ച് ജനങ്ങളുടെ വിമർശനവും തെറിയും വരെ കേട്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ച് ആൺകുട്ടികളായിട്ടുള്ള പാർലമെൻറ്റിൽ പോയിരിക്കുന്നത്. അവർ പാസ്സാക്കുന്ന നിയമമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബാധകം. അല്ലാണ്ട് 2 ശമ്പളക്കാരെ എഴുതുന്നതല്ല. ഇത് അങ്ങേയറ്റം ആക്ഷേപകരമാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ പ്രതിഷേധിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നത് ഈ വിധിക്കെതിരെ ഉടനെ റിവ്യൂ ഹരിച്ച് കൊടുത്ത് പറ്റുമെങ്കിൽ ഭരണഘടന അതിലേക്ക് വിടാൻ പറയണം. ഓക്കെ, ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ സുപ്രീം കോടതി ജഡ്ജിമാരാണ് കൂടുതൽ പവർഫുൾ? ആർക്കാണ് അധികാരം കൂടുതൽ? അതാണല്ലോ തർക്ക വിഷയം. അഡ്വക്കേറ്റ് ആസിഫ് അലി, നേരത്തെ രാംകുമാർ സർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണഘടനയുടെ ഒരു അനുച്ഛേദത്തിലും
ഇത്ര സമയത്തിനുള്ളിൽ രാഷ്ട്രപതിയോ ഗവർണറോ ബില്ലുകളിൽ തീരുമാനമെടുക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും സുപ്രീം കോടതി അധികാര പരിധിക്ക് അപ്പുറത്തുള്ള ഒരു വിധിയല്ലേ പുറപ്പെടുവിച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഞാൻ ബഹുമാനപ്പെട്ട രാംകുമാർ സാർ പറഞ്ഞ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നു. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ പാസാക്കുന്ന നിയമങ്ങൾ, ബില്ലുകൾ, അത് പിടിച്ചു വെക്കാൻ സുപ്രീം കോടതി ജഡ്ജിമാരെക്കുറിച്ച് ബഹുമാനപ്പെട്ട രാംകുമാർ സാർ പറഞ്ഞ ശമ്പളക്കാരെന്നാണ്. എന്നാൽ ഞാൻ പറയും ഗവർണർ താൽക്കാലിക ജീവനക്കാരാണ്. അവർക്ക് പിടിച്ചു വെക്കാൻ യാതൊരു അധികാരവും അവകാശവുമില്ല. ഒരു ബില്ല് നിയമസഭ പാസ്സാക്കുന്നത് ജനങ്ങളുടെ ആസ്പിറേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു നിയമമാണ്. അത് ഗവർണർക്ക് അയച്ചാൽ ഗവർണർക്ക് 4 ഓപ്ഷൻസാണുള്ളത്. ഒന്ന്, ആ ബില്ല് അസെൻറ്റ് കൊടുക്കുക, അനുമതി കൊടുക്കുക. അല്ലെങ്കിൽ ആ ബില്ല് നിയമസഭയിലേക്ക് വീണ്ടും തൻ്റെ ശുപാർശയോടുകൂടിയോ അല്ലാതെയോ തിരിച്ചയക്കുക. അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ് എങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുക. അല്ലെങ്കിൽ തൽക്കാലത്തേക്കത് വിത്ത് ചെയ്ത് വെക്കുക. ബഹുമാനപ്പെട്ട രാംകുമാർ സാർ പറഞ്ഞു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഭരണഘടനാ വകുപ്പുകൾ പരിശോധിച്ചാൽ സമയപരിധി ഉണ്ട്. ആർട്ടിക്കിൾ 200 പ്രൊവൈസോയിൽ പറയുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ, കഴിയുന്നതും നേരത്തെ. ആർട്ടിക്കിൾ 111 രാംകുമാർ സാർ പറഞ്ഞു 111 അത് പറഞ്ഞിട്ടില്ല, 111 പറഞ്ഞിട്ടുണ്ട് പ്രൊവൈഡഡ് ദാറ്റ് ദ പ്രസിഡന്റ് മേ ആസ് സൂൺ ആസ് പോസിബിൾ. ഈ ആസ് സൂൺ ആസ് പോസിബിളിന്റെ നിർവചനം എന്താണ്? തമിഴ്നാട് ഗവർണർ 2 ബില്ല് പിടിച്ചു വെച്ചത് 4.5 കൊല്ലമാണ്. 7 ബില്ല് പിടിച്ചു വെച്ചത് 1.5 കൊല്ലമാണ്. 1.5 അല്ല, 2.5 കൊല്ലമാണ്. 2022 7 ബില്ല് തമിഴ്നാട് നിയമസഭ പാസാക്കിയത്. 2 ബില്ല് 2023 പാസാക്കിയതാണ്. ഗവർണർക്ക് എന്താണ് തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ തിരക്ക്? സുപ്രീം കോടതി കേസ് തീർപ്പ് കൽപ്പിക്കുന്നതിന് ആസ് സൂൺ ആസ് പോസിബിൾ ബാധകമല്ല. ആയിരക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്നു. അത് തീർപ്പ് കൽപ്പിക്കാൻ കോടതി, ഞാൻ പറഞ്ഞോട്ടെ, മെറിറ്റ് പരിശോധിക്കേണ്ട അധികാരം വളരെ ലിമിറ്റഡ് ആണ്. ഗവർണർ ഒരു ബില്ല് ഗവർണർക്ക് നിയമസഭ പാസാക്കി അയച്ചാൽ അത് അസെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ മടക്കിയേക്കാം. മടക്കി അയച്ച് വീണ്ടും അത് തന്നെ പാസാക്കിയാൽ ഗവർണർക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, അസെന്റ് കൊടുത്തേ തീരൂ. അതിന്റെ അർത്ഥം എന്താണ്? ഗവർണർക്ക് എന്താണ് റോള്? ഗവർണർക്ക് നിയമസഭ പാസാക്കുന്ന ഒരു ബില്ലിൽ ഇടപെടാനുള്ള അധികാരം ഇല്ല എന്നാണ്. രണ്ടാമത് നിയമസഭ പാസാക്കി അയച്ചാൽ, തമിഴ്നാട് നിയമസഭ രണ്ടാമത് പാസാക്കി അയച്ച എത്ര ബില്ലുകളാണ് തമിഴ്നാട്ടിലെ ഗവർണർ പിടിച്ചു വെച്ചത്? അദ്ദേഹം ഇന്നലത്തെ ഈ 8-ാം തീയതിത്തെ സുപ്രീം കോടതി വിധിയോടുകൂടി രാജിവെച്ചൊഴിയേണ്ടതാണ്. കണ്ണൂരിൽ ഒരു സൂപ്രണ്ട് ഓഫ് പോലീസായി വന്ന ഒരു ഉദ്യോഗസ്ഥനാണ് തമിഴ്നാട് ഗവർണർ. അദ്ദേഹത്തിന് ജനങ്ങളുടെ ആസ്പിറേഷൻസ് ആൻഡ് വിഷസ്, നിയമസഭയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാവും. രാഷ്ട്രപതി ആർട്ടിക്കിൾ 111 പറയുന്നത് എന്താണ്? ആസ് സൂൺ ആസ് പോസിബിൾ ആണ്. ആ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ 3 മാസം ആസ് സൂൺ ആസ് പോസിബിൾ ഒരു പരിമിതമായ സമയമല്ലേ? ഇറ്റ്സ് എ മാറ്റർ ഓഫ് കോമൺ സെൻസ്. ഒരു ഗവർണറോടും രാഷ്ട്രപതിയോടും സുപ്രീം കോടതി പറയുന്നു ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ 3 മാസം ആസ് സൂൺ ആസ് പോസിബിളിനെ 3 മാസം നിർവഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഗവർണർ ഒരു സൂപ്പർ നിയമസഭയായോ സൂപ്പർ പാർലമെന്റായോ പ്രവർത്തിക്കാൻ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ അധികാരമില്ല. അത് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ്. തമിഴ്നാട്ടിലെ ബില്ല്, കേരള അസംബ്ലി പാസാക്കിയ ബില്ല്, കേരള അസംബ്ലിക്ക് സുപ്രീം കോടതിക്ക് ചാലഞ്ച് ചെയ്യാൻ ധാരാളം പരിമിതികളുണ്ട്. കാരണം കേന്ദ്രത്തിലെ യജമാന്മാരെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് കേരള അസംബ്ലി 8-ാം തീയതിത്തെ വിധി വന്നപ്പോഴാണ് കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞത് നമ്മളെ കേസും ഒന്ന് എടുക്കണോ, അല്ലാതെ പറയാനുള്ള ധൈര്യം അവർക്കില്ല. ബഹുമാനപ്പെട്ട രാംകുമാർ സാർ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷന്റെ മെറിറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ 2 ജഡ്ജിമാരാണ് വിധി പറഞ്ഞെങ്കിൽ അത് സുപ്രീം കോടതി വിധിയാണ്.
പക്ഷേ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷനിൽ വീറ്റോ അധികാരം ന്യായാധിപന്മാരെ വെക്കാൻ കൊടുത്തിരിക്കുന്നത് ആർക്കാണെന്നറിയുമോ? 2 eminent persons. എമിനന്റ് പേഴ്സൺസ് ന്യായീകരിച്ചിട്ടില്ല, അത് നിർവചിച്ചിട്ടില്ല. കേന്ദ്രത്തിലെ ഭരണകക്ഷിയുടെ ആർപി സെക്രട്ടറിയെ വിളിച്ച് ഇവനാണ് 2 eminent persons പറഞ്ഞാൽ അവർക്ക് വീറ്റോ പവറാണ് ന്യായാധിപന്മാരെ വെക്കാൻ. ഞാൻ സമ്മതിക്കുന്നു, ഈ കൊളീജിയം സിസ്റ്റത്തിന് ചില പോരായ്മകളുണ്ട്. പക്ഷേ ഒരു വ്യവഹാരിയോട് ന്യായാധിപനെ വെക്കാൻ അധികാരം കൊടുത്താൽ നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യൽ സിസ്റ്റം എവിടെ ചെന്നെത്തും? ഞാനും നിങ്ങളും തമ്മിൽ കേസ് നടക്കുന്നു. നമ്മൾ കേസ് തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു ന്യായാധിപനായി ആരെ വെക്കണമെന്ന അധികാരം എനിക്ക് തന്നാൽ ഞാൻ പറയുന്ന ന്യായാധിപനിൽ നിന്ന് നിങ്ങൾക്ക് നീതി പ്രതീക്ഷിക്കാൻ പറ്റുമോ? നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവഹാരി ആരാണ്? ഇന്ത്യ ഗവൺമെന്റ് ആണ്. ആ വ്യവഹാരിയോടാണ് പറയുന്നത് 2 eminent persons. അവിടെയാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷനിൽ എഴുതി ചേർത്തത് 2 eminent person എന്ന് പറഞ്ഞാൽ അവർക്ക് വീറ്റോ പവറാണ്. അവർ 2 പേരെ ന്യായാധിപന്മാരായി പറഞ്ഞാൽ അവർ തന്നെയാണ് അന്തിമ വാക്ക്. അതുകൊണ്ട് ഗവർണറും പ്രസിഡന്റും ഒരു ബില്ല് അല്ലെങ്കിൽ പാർലമെന്റ് പാസാക്കിയ ബില്ല് അല്ലെങ്കിൽ നിയമസഭ പാസാക്കിയ ബില്ല് ഏറെ കാലം 4.5 കൊല്ലം തമിഴ്നാട് പാസാക്കിയ എന്തെല്ലാം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന നിരവധി ബില്ലുകളാണ്. തമിഴ്നാട് സിദ്ധ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ബിൽ, ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കേണ്ട ബില്ലാണ്. തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ബിൽ. ഇങ്ങനെ ജനങ്ങളുടെ ജീവിതത്തെ ദൈനംദിന ബാധിക്കുന്ന, ജനങ്ങളുടെ ജീവിതാഭിലാഷത്തെ യാഥാർത്ഥ്യവൽക്കരിക്കേണ്ട, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ ഒരു നിയമസഭ പാസാക്കുന്നു. ആ പാസാക്കി ഗവർണർക്ക് അയച്ച് ഗവർണർ അത് മടക്കാം. ഗവർണർക്ക് ഇന്ന നിർദ്ദേശത്തോടുകൂടി അത് രണ്ടാമത് പാസാക്കണം എന്ന് പറയാം. അത് പറഞ്ഞില്ല. കാരണം എന്താണ്? അത് പറഞ്ഞ് രണ്ടാമതും അയച്ചിട്ട് പോലും അത് ഗവർണർക്ക് പിന്നെ ഒപ്പിട്ടേ തീരൂ എന്നുള്ള ഭരണഘടനാ വ്യവസ്ഥ പാലിക്കേണ്ടതുണ്ടായിട്ട് പോലും ആ ഗവർണർ അത് പാലിച്ചില്ല. ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? ഒരു ഗുബർണോട്ടറൽ ഹെഡ്, ഭരണഘടനയുടെ രക്ഷകൻ, ആ രക്ഷകൻ ആ സ്ഥാനത്തിരുന്ന് ഭരണഘടനയെ നഗ്നമായി പറിച്ച് ചീന്തി ജനങ്ങളുടെ ഹിതത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ സുപ്രീം കോടതിക്ക് അനങ്ങാതിരിക്കാൻ പറ്റുമോ? പ്രശസ്തനായ സുപ്രീം കോടതിക്ക് അതിനുള്ള പവർ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സുപ്രീം കോടതിക്ക് ഭരണഘടനാ പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി, അതുപോലെ ഗവർണർ, ഇവരുടെ പ്രവർത്തനത്തിന് മൂക്ക് കയറാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ടോ? സുപ്രീം കോടതിയിൽ അത് നിക്ഷിപ്തമാണോ? ഉണ്ട്. അതാണ് കേശവാനന്ദ ഭാരതി കേസ്. ഭൂരിപക്ഷമല്ല, ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണ്. ആ ബേസിക് സ്ട്രക്ചറിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ ആ നടപടി സുപ്രീം കോടതി ഇടപെടാനുണ്ട് എന്നാണ് സുപ്രസിദ്ധമായ കേശവാനന്ദ ഭാരതി കേസ്. എന്റെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ 99-ാം ഭരണഘടനാ ഭേദഗതി കേന്ദ്രത്തിലെ ഭരണകക്ഷി, പ്രതിപക്ഷം, ഇടതുപക്ഷം, കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലെ 20 നിയമസഭകൾ ഐക്യകണ്ഠേന പാസാക്കി അത് ശരിവെച്ചു. എന്തേ സുപ്രീം കോടതി അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ എന്തേ കേന്ദ്ര ഗവൺമെന്റ് ഒന്നും അനങ്ങാതിരുന്നത്? അവർക്കറിയാം അതിന്റെ കോൺസിക്വൻസസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസിക്വൻസസ് അവർക്കറിയാം. അപ്പൊ രാഷ്ട്രപതി എന്ന് കരുതി രാഷ്ട്രപതിക്ക് ഭരണഘടന എന്തും പ്രവർത്തിക്കാനുള്ള, ഇത് പാകിസ്ഥാനല്ല, ഇത് ഇദിയമീന്റെ നാടല്ല, ഇത് റിപ്പബ്ലിക്. ഇവിടുത്തെ രക്ഷകൻ ഭരണഘടനയാണ്. ഫാലിയസ് തിരുമാൻ പറയുകയുണ്ടായി, ആരംഭകാലത്ത് സുപ്രീം കോടതിയുടെ റോള് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ അമ്പയറെ പോലെയാണ്. വിക്കറ്റിന്റെ പിന്നിൽ നിന്ന് കളിക്കാർ ഫൗൾ കളിച്ചാൽ വിസിലടിക്കും. പക്ഷേ കേശവാനന്ദ ഭാരതി കേസ് കഴിഞ്ഞതോടുകൂടി ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ അമ്പയറുടെ റോള് പോയി. അത് പിന്നീട് ഫുട്ബോൾ ഗ്രൗണ്ടിലെ റഫറിയായി മാറി. കളിക്കാർ പിന്നാലെ ഓടി കളിക്കാർ തെറ്റ് ചെയ്യുമ്പോൾ വിസിലടിച്ച് പെനാൽറ്റി വിളിക്കുന്ന സ്ഥിതിയിലായി നമ്മുടെ ജുഡീഷ്യറി. അതാണ് സക്രിയമായ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭംഗി. ആർട്ടിക്കിൾ 42-ന്റെ അധികാരങ്ങൾ പരിശോധിച്ചാൽ സുപ്രീം കോടതി ഇന്ന് വരെ പുറപ്പെടുവിച്ചിരിക്കുന്ന AK ഗോപാലിന്റെ കേസ് സുപ്രീം കോടതിക്ക് തെറ്റുപറ്റിയതാണ്. പക്ഷെ ആ തെറ്റ് തിരുത്താൻ 28 വർഷം വേണ്ടി വന്നു മനേകാ ഗാന്ധി കേസിൽ കൂടി. അതുകൊണ്ട് രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ അവര് അങ്ങ് കിരീടമണിഞ്ഞ ഏകാധിപതിയായി പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഒരു റഫറി ഉണ്ട്. ആ റഫറിയാണ് സുപ്രീം കോടതി. ഓക്കെ, ഡോക്ടർ ജി ഗോപകുമാർ,
സുപ്രീം കോടതി ഉത്തരവിനെ അനുകൂലിച്ചും എതിർത്തും ഉള്ള വാദങ്ങളാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഞാൻ നേരത്തെ അഡ്വക്കേറ്റ് ആസഫ് അലിയോട് ചോദിച്ചു, സുപ്രീം കോടതിയാണോ മോർ പവർഫുൾ എന്നുള്ളത്. ആ പരമോന്നതാധികാര സമിതി തന്നെയാണോ മോർ പവർഫുൾ? ഇന്നിപ്പോൾ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അദ്ദേഹം ചോദിച്ചത്, സുപ്രീം കോടതിയിൽ ഭരണഘടനാ ബെഞ്ചിരിക്കെ 2 ജഡ്ജിമാർ ഇരുന്ന് ഭരണഘടന തിരുത്തുകയാണെങ്കിൽ പാർലമെൻറ്റ് എന്തിനാണ് എന്ന ഒരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതും പ്രസക്തമല്ലേ? അതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇതൊരു വിശാല ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകേണ്ട ഒരു കേസ് തന്നെയാണെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഒരു ഫുൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിൽ ഒരു അപാകതയുമില്ല. ഒരു ഭരണഘടനയും പൂർണ്ണമായി എഴുതാൻ ആർക്കും കഴിയില്ല. ഇപ്പോൾ ഔട്ട്ലൈൻ എഴുതുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ പോലെ വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതിയെങ്കിലും നമ്മൾ തന്നെ 106 പ്രാവശ്യം ഈ ഭരണഘടന ഭേദഗതി ചെയ്തില്ലേ? മാത്രമല്ല കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ നിർബന്ധിതരാണ്. അതനുസരിച്ച് പാർലമെൻറ്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അവകാശമുണ്ട്. സംസ്ഥാന നിയമസഭകൾക്കും ചില സാഹചര്യങ്ങളിൽ പാർലമെൻറ്റിനോടൊപ്പം ചേർന്ന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാർലമെൻ്ററി സമ്പ്രദായമാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത്. എന്നാൽ ബ്രിട്ടനിലെ പോലത്തെ ഒരു യൂണിറ്ററി സിസ്റ്റമോ ബ്രിട്ടനിലെ പോലത്തെ ഒരു അധികാരമില്ലാത്ത ഒരു രാജ്ഞിയോ അല്ല നമ്മുടെ രാഷ്ട്രപതിയും നമ്മുടെ ഗവർണറുമല്ല. കാരണം ഇവിടെ എലക്ട് ചെയ്ത ഒരു രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയുമുണ്ട്, അപ്പോയിൻ്റ് ചെയ്ത ഗവർണറുമുണ്ട്. എൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, ഭരണഘടന ഇവോൾവ് ചെയ്യുമ്പോൾ ആ എവല്യൂഷനിൽ, ആ വളർച്ചയിൽ പല കാര്യങ്ങളും ചേർക്കേണ്ടി വരും. അതിൽ കോടതിക്കും ഒരു പങ്കുണ്ട്, അത് നമ്മൾ ഒഴിവാക്കണ്ട. തീർച്ചയായിട്ടും ആർട്ടിക്കിൾ 356 മാറി മാറി വന്ന ഭരണ കേന്ദ്രങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ ദുരുപയോഗപ്പെടുത്തിയപ്പോൾ പ്രശസ്തമായ SR ബൊമ്മെ കേസിൽ കൂടി വന്ന നിർദ്ദേശങ്ങളല്ലേ പിന്നീട് ആ ആർട്ടിക്കിളിനെ കുറച്ചെങ്കിലും ശുദ്ധീകരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആദ്യം പറഞ്ഞ, നമുക്ക് ഇതുമായിട്ട് ജഡ്ജ് ചെയ്ത് ശ്രീ രാംകുമാർ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പരിധിവരെ എനിക്ക് യോജിക്കാൻ കഴിയുന്നുണ്ട്. കാരണം പെൻഡൻസി ഓഫ് കേസസ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ കുപ്രസിദ്ധമായ താമസത്തെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നില്ല. ഈ കൊളീജിയത്തിൻ്റെ കാര്യത്തിലും എനിക്ക് അസഫ് അലി പറഞ്ഞതിനോടാണ് കൂടുതൽ അഭിപ്രായമുള്ളത്. കാരണം നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തുകൊണ്ട് അതിനെ ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കിക്കൂടാ? ഇതൊരു കുടുംബാധിപത്യ ഭരണം പോലെ, ഡൈനാസ്റ്റി സക്സഷൻ പോലെ കോടതിയിൽ ജഡ്ജിമാർ അവരുടെ ബന്ധുക്കളെ അങ്ങോട്ടത്തേക്ക് അയക്കുന്നു. അതാണ് ക്ലിയർ ചെയ്യുന്ന ഏറ്റവും വലിയ ജഡ്ജിമാർ. എന്നിട്ടോ എന്താണ് നമ്മൾ കണ്ടത്? സമീപകാലത്ത് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഒരാളിപ്പോൾ അലഹബാദിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ നോട്ടുകെട്ടുകൾക്കും കത്തിപ്പോയ നോട്ടുകൾക്കും കണക്കുണ്ടോ? അപ്പോൾ ജഡ്ജിമാർ അത്ര പെർഫെക്റ്റ് ആണെന്നൊന്നും നമ്മളാരും പറയുന്നില്ല, പറയാൻ പറ്റുമില്ല. പക്ഷേ അതേസമയം ഈ കേസിൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സമയബന്ധിതമായ ഒരു കാര്യം നിശ്ചയിക്കാം, പക്ഷേ അത് 2 പേരടങ്ങുന്നൊരു ജഡ്ജിമാരാകരുത്, ഒരു ഫുൾ ബെഞ്ചിന് വിട്ടുകൊടുക്കണമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം അത് പറയുന്നതിൽ സംശയമൊന്നുമില്ല. മുമ്പ് രാഷ്ട്രപതിയായിരുന്ന സെയിൽ സിംഗ് പോസ്റ്റ് ഓഫീസ് ബില്ല് 1 കൊല്ലത്തോളം താമസിപ്പിച്ച് പോക്കറ്റ് വീറ്റോ പ്രയോഗിച്ച് അവസാനം അത് പാസ്സാക്കാതെ നശിച്ചു പോയ ഒരു ബില്ലുണ്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത്. അപ്പോൾ രാഷ്ട്രപതിമാർ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ അതിൻ്റെ പരിമിതി, അതിന് എവിടെ ഒരു നിയന്ത്രണം വേണ്ടേ? അതല്ലെങ്കിൽ അത്രത്തോളം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് തന്നെ കോടതിയിലോട്ട് റെഫർ ചെയ്യാമല്ലോ, കോൺസ്റ്റിറ്റ്യൂഷണൽ സാങ്ക്ടിറ്റി ഉണ്ടോ എന്ന്. കേരളത്തിൽ പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണ സമയത്തുള്ള എഡ്യൂക്കേഷൻ ബില്ല് അങ്ങനെ റെഫർ ചെയ്യപ്പെടുകയും ചെയ്തല്ലോ. ഇപ്പോൾ ചുരുക്കത്തിൽ രാഷ്ട്രപതി അല്ല ഗവർണർ ആയാലും ഒരു കാലപരിധി നിശ്ചയിക്കുന്നത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് ഒരു ടൈം ബൗണ്ട് വയ്ക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അത് 3 മാസമാണോ 6 മാസമാണോ അതൊക്കെ തീരുമാനിക്കേണ്ടത് ഒരു ഫുൾ ബെഞ്ചാണ് കോടതിയുടെ എന്നുള്ളൊരു അഭിപ്രായമാണ്. അതേസമയം ഒരു കാലാവധി കൊടുക്കാതെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ളൊരു വീറ്റോ പവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർട്ടിക്കിൾ 200ൻ്റെ അർത്ഥം എന്താണ്? തിരിച്ചയക്കാമല്ലോ. അവർ വീണ്ടും പാസ്സാക്കിയാൽ ഒപ്പിട്ടല്ലേ പറ്റൂ. അപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ രാഷ്ട്രപതിക്ക് കുറച്ചൊക്കെ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്.
അതും കൂടി പരിഗണിച്ചുകൊണ്ട് നമുക്കിതിനെ മുന്നോട്ട് കാണണം. കാരണം ഇവിടെ സംശയമില്ലാത്തൊരു കാര്യം, ആരാണ് ഇതിനകത്ത് അധികാരി എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, ഭരണഘടനയാണ് അധികാരി. ഭരണഘടനയ്ക്ക് അവകാശം കൊടുത്ത ജനങ്ങളാണ് അധികാരി. പക്ഷേ ഈ ജനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് മനസ്സിലാക്കാനുള്ളത്, കാലാകാലങ്ങളായി ഈ വി ദ പീപ്പിൾ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ കാലികമായ സ്വാധീനം മൂലം ജനങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയാനും ആ ഇമോഷൻ്റെ ബേസിൽ മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് പൂർണ്ണമായ അധികാരമുണ്ടെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ പിന്നെ ഭരണഘടനയ്ക്ക് എന്ത് സാങ്കത്യമാണുള്ളത്? മാത്രവുമല്ല, ജനങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഒരു മോബോക്രസി അല്ല നമ്മുടേത്, ജനാധിപത്യം തന്നെയാണ്, പ്രാതിനിധ്യ സ്വഭാവമുള്ള ജനാധിപത്യമാണ്. അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾക്കും, പാർലമെൻറ്റിനായാലും എക്സിക്യൂട്ടീവിനായാലും ജുഡീഷ്യറിക്കായാലും അവരുടേതായ പങ്ക് നിർവഹിക്കാനുണ്ട്. അത് ആ ചെക്സ് ആൻഡ് ബാലൻസസ് മര്യാദയ്ക്ക് കൊണ്ടുപോയാൽ ഈ പ്രശ്നമൊന്നുമില്ല. ആര് ചെയ്താലും, ഏത് ഗവൺമെൻറ് അധികാരത്തിലിരുന്നാലും അതിനകത്ത് ഭരണഘടനാ വാദത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം വേണം. അവിടെ കോടതിയല്ല, ഞാൻ അമേരിക്കയിൽ പഴയ കാലത്ത് ജസ്റ്റിസ് ഹ്യൂസ് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതല്ല ഞാൻ പറയുന്നത്. വി ആർ അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വാട്ട് ദ ജഡ്ജസ് സേ ഇറ്റ് ഈസ്. പക്ഷേ ആ കാലമൊക്കെ പോയി. അങ്ങനെ ജഡ്ജിമാരെ എല്ലാ കാര്യങ്ങളും ഭരണഘടന നിർവചിക്കാൻ പറ്റില്ല. എന്നാൽ ജുഡീഷ്യൽ റിവ്യൂ അധികാരങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ജഡ്ജിമാർക്ക് അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ ഗ്യാപ്സുകളുണ്ടോ ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനുള്ളൊരു പ്രൊവിഷനുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ജുഡീഷ്യൽ ആക്ടിവിസം തന്നെ വന്നില്ലേ ഈ നാട്ടിൽ. അങ്ങനെ വരുന്നതിൽ തെറ്റില്ല. ഈ പറയുന്നതുകൊണ്ട് ജഡ്ജിമാർ ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിയിടുന്നതിനെ, താമസിപ്പിക്കുന്നതിനെ ഒരു ന്യായവും നമ്മൾ കാണുന്നില്ല. കാരണം താമസിച്ച് കിട്ടുന്ന നീതി നിഷേധം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ജഡ്ജിമാരെ പൂർണ്ണമായി നമുക്ക് ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കാൻ പറ്റില്ല. ഇതിനകത്ത് ജഡ്ജിമാർ പറയുന്നുണ്ടെങ്കിൽ ഭരണഘടനയുടെ ഒരു ഫുൾ ബെഞ്ച് പറയട്ടെ ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന്. ആ ഒരു നിലപാടിലാണ് എനിക്ക് എടുക്കാൻ അഭിപ്രായം. കാരണം കാലാവധി നിശ്ചയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ബ്രിട്ടനിൽ അവിടുത്തെ സമ്പ്രദായത്തിനകത്ത് സാധാരണ ബില്ലിനാകട്ടെ അതേസമയം ഫിനാൻസ് ബില്ലിനാകട്ടെ അതിനൊക്കെ കാലാവധി അവിടെ ഒരു കൺവെൻഷൻ പോലെ നിലനിൽക്കുന്നുണ്ട്. അവിടെ കോടതിയില്ലല്ലോ, കൺവെൻഷൻ പോലെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ കോടതിക്ക് അത് അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ 2 ജഡ്ജിമാർ കയറി പറഞ്ഞാൽ അത് പൂർണ്ണമാകില്ല. ഭരണഘടന ഇവോൾവ് ചെയ്യുന്നൊരു സാഹചര്യത്തിൽ കോടതിയുടെ സംഭാവനകൾ കൂടി നമ്മൾ പരിഗണിക്കണം. അല്ലാതെ അന്ധമായി പാർലമെൻറ്റിനെയോ നിയമസഭയോ വിശ്വസിക്കാൻ കൊള്ളൂല. കാരണം അന്ധമായി തന്നെയാണ് പാർലമെൻറ്റ് അടിയന്തരാവസ്ഥയ്ക്ക് കൈവയ്ക്കിയതും പാർലമെൻറ്റ് മെമ്പേഴ്സ് അല്ലേ. അതുകൊണ്ട് ബ്ലാങ്കറ്റ് മെജോറിറ്റിക്കും വളരെ ഡേഞ്ചറുണ്ട്, ഫുൾ മെജോറിറ്റിക്കും വലിയ ഡേഞ്ചറുണ്ട്, ആര് ഭരിച്ചാലും. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനാണ് പ്രധാനമെങ്കിൽ തീർച്ചയായിട്ടും ഈ 3 ഡിപ്പാർട്ട്മെൻറ്റുകൾ, ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയും തമ്മിൽ നല്ലൊരു ബാലൻസും സിനർജിയും വേണം. അത് വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൽ കോടതി ആത്മാർത്ഥമായ നടപടികൾ എടുത്താൽ നമുക്ക് പിന്തുണയ്ക്കാം. പക്ഷേ പെൻഡൻസി ഓഫ് കേസസിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ കൊളീജിയത്തിൽ കൂടി ബന്ധുക്കളെ മാത്രം ജഡ്ജിമാരാക്കുന്ന ഈ സംവിധാനവും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഓക്കെ, 3 പേരും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ രാംകുമാർ സാറിലേക്ക് വരാം. അഡ്വക്കേറ്റ് രാംകുമാർ, അഡ്വക്കേറ്റ് ആസിഫ് അലി പറഞ്ഞത് ഭരണഘടനയുടെ അനുച്ഛേദത്തിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. അദ്ദേഹം ആ വകുപ്പുകൾ അത് കോട്ട് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ചേർന്നിരുന്ന് ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ അത് നിയമമാക്കാൻ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് നിയമമാക്കാൻ താൽക്കാലിക ജീവനക്കാരായ, അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളാണ് ഞാൻ കടമെടുത്തത്, താൽക്കാലിക ജീവനക്കാരായ ഗവർണർക്കും രാഷ്ട്രപതിക്കും നിയമപരമായിട്ടുള്ള ബാധ്യതയില്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എന്താണ് മറുപടി? ഞാൻ പ്രേക്ഷകരുടെ അറിവിലേക്കായി ഭരണഘടനയുടെ 111 അനുച്ഛേദം വായിക്കാം. അതിൻ്റെ ആദ്യത്തെ ഭാഗം. When a bill has been passed by the Houses of Parliament, it shall be presented to the President, and the President shall declare either that he assent to the bill or that he withhold assent. ഇവിടെ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. സമയപരിധി നിശ്ചയിച്ചത് ഞാൻ പറഞ്ഞു, അദ്ദേഹം ചിലപ്പോൾ ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കാം. സമയപരിധി നിശ്ചയിച്ചത് 111 അനുച്ഛേദത്തിൻ്റെ പ്രൊവൈസോയിലാണ്. അതായത് രണ്ടാമതും പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അസംബ്ലിയിലേക്കോ പാർലമെൻറ്റിലേക്കോ
മടക്കി അയക്കുകയാണെങ്കിൽ അവിടെ മാത്രമാണ് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന പദപ്രയോഗം നടത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ ആദ്യത്തെ ഭാഗത്തിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ഇത് ഒരു തെറ്റാണെന്ന് സുപ്രീം കോടതിക്ക് പറയാൻ പറ്റുമോ? ഭരണഘടന ഉണ്ടാക്കിയവർ ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച പ്രഗത്ഭമതികളാണ്. വളരെയധികം വിദ്യാഭ്യാസ സമ്പന്നതയും വിവിധ പ്രാതിനിധ്യ സ്വഭാവമുള്ള വിവിധ മതവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായ ആളുകളാണ് ഭരണഘടന ഉണ്ടാക്കിയത്. അവിടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റിൽ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ സമയപരിധിയെപ്പറ്റി ചർച്ച വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമയക്കുറവുകൊണ്ടും പ്രേക്ഷകർക്ക് അലോസരം ഉണ്ടാക്കാതിരിക്കാനും നിയമവും വകുപ്പും സെക്ഷനും പറയുന്നത് ഭംഗിയുടെ അതുകൊണ്ട് പറയുന്നില്ല. അവിടെ ചർച്ചയ്ക്ക് വന്നു. ആ ചർച്ചയിൽ അങ്ങനെ ഒരു സമയപരിധി വയ്ക്കുന്നത് അഭികാമ്യമല്ല എന്നൊരു അഭിപ്രായം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വെച്ചത്. ഇപ്പോൾ 111 3 മാസം എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എഴുതി ചേർത്തിരിക്കുകയാണ്. ഇവിടെ പ്രശ്നം തമിഴ്നാട്ടിലെ ബില്ല് പിടിച്ചു വെച്ചതിൻ്റെ ശരിയല്ല, പഴയ പോലീസ് ഉദ്യോഗസ്ഥനായ ഗവർണറുടെ പെരുമാറ്റമല്ല. ഇവിടെ പ്രശ്നം നമ്മുടെ ജുഡീഷ്യറിക്ക് ജനങ്ങൾ എഴുതി അംഗീകരിച്ച വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഭരണഘടനയിൽ ഇല്ലാത്ത വാക്കുകൾ എഴുതി ചേർക്കാൻ അധികാരമുണ്ടോ? അങ്ങനെ അവർ ചെയ്താൽ അത് ഔചിത്യമാണോ എന്നുള്ളതാണ് പ്രശ്നം. ഇത് ഇന്നത്തെ കാര്യമല്ല. പലപ്പോഴും പല ബില്ലുകളും ഇപ്പോൾ നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞ പോലെ രാജീവ് ഗാന്ധി തയ്യാറാക്കിയ പോസ്റ്റ് ഓഫീസ് ബില്ലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു സേവകനായിരുന്ന സെയിൽ സിംഗ് എന്ന പ്രസിഡൻറ്റ് പിടിച്ചു വെച്ചത് പോസ്റ്റ് ഓഫീസ് ബില്ല്. ഇതിനു മുമ്പ് 1954 പെപ്സു അസംബ്ലി പാസ്സാക്കിയ ഒരു ബില്ല് പിടിച്ചു വെച്ചു. കാരണം എന്താ? അസംബ്ലിയുടെ അധികാര പരിധിക്ക് പുറത്താണ് എന്ന് പ്രസിഡൻറ്റിന് ബോധ്യമായി. അപ്പോൾ അങ്ങനെ സന്ദർഭം വരുമ്പോൾ അത് പരിശോധിക്കാൻ 3 മാസം സമയം നിശ്ചയിക്കുന്നത് ശരിയാണോ? അതിന് അധികാരമുണ്ടോ? ജനങ്ങൾ പാസ്സാക്കിയ ഭരണഘടനയിൽ കേശവാനന്ദ ഭാരതിയോ 142 വെച്ച് ഇല്ലാത്ത വാക്കുകൾ എഴുതി ചേർക്കാൻ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ഏത് നിയമമനുസരിച്ചാണ്? ഇതാണ് ശ്രീ അസഫ് അലി പറയേണ്ടത്. അല്ലാതെ തമിഴ്നാട്ടിലെ ബില്ലുകൾ പിടിച്ചു വെച്ചതോ കേരള ഗവൺമെൻറ്റിൻ്റെ പെരുമാറ്റമല്ല നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ചർച്ചാ വിഷയം ജനങ്ങൾ ഉണ്ടാക്കിയ ഭരണഘടന, ഇന്ത്യയിലെ ജനങ്ങൾ, നാം ഇന്ത്യക്കാരായ നാം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ അത് ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയതല്ല. ദീർഘമായ വിചിന്തനത്തിന് ശേഷം വളരെ പ്രഗത്ഭമതികൾ ചർച്ചകൾ തുടരെ നടത്തിയാണ് ഓരോ അനുച്ഛേദവും അംഗീകരിച്ചത്. ഡോക്ടർ അംബേദ്കറെ പോലെയും ഡോക്ടർ അല്ലാടി കൃഷ്ണസ്വാമിയെ പോലെ പ്രഗത്ഭന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചെഴുതിയ അങ്ങനെ ഉണ്ടാക്കിയ ഭരണഘടനയിൽ 3 മാസം എന്ന് കർക്കശ സ്വഭാവത്തോടുകൂടി എഴുതി ചേർക്കാൻ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് അധികാരമുണ്ടോ? അഥവാ അധികാരമുണ്ടെങ്കിൽ ആ ചെയ്തത് ഔചിത്യം. ഇതാണ് നമ്മുടെ വിഷയം. തമിഴ്നാട് ഗവർണർ ചെയ്ത ഒരു പക്ഷേ തെറ്റായിരിക്കാം, കേരള ഗവൺമെൻറ് അതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ചർച്ചാ വിഷയം ഏത് ഗവർണർ എങ്ങനെ പെരുമാറുന്നു എന്നല്ല. നമ്മുടെ ഭരണഘടന ഗവർണർമാരുടെ മുമ്പിൽ വരുന്ന ബില്ലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ നിശ്ചിത സമയപരിധി വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് ചേർക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിമാർക്ക് അധികാരമുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ മറ്റ് പല കാര്യത്തിലും സമയപരിധി വയ്ക്കാത്ത അനുച്ഛേദങ്ങൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. അവിടെ ഇന്നാൾ അങ്ങനെ പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞാൽ മറിച്ച് പാർലമെൻറ്റിന് നിങ്ങൾ കേസുന്ന കേക്കുകൾ 30 ദിവസം കൊണ്ട് വിധി പറയണം എന്ന് നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും അതനുസരിക്കുന്നുണ്ടോ? എൻ്റെ സുഹൃത്ത് ശ്രീ അസഫ് അലി പ്രോസിക്യൂട്ടറായിരുന്നു. അദ്ദേഹം നടത്തുന്ന ക്രിമിനൽ അപ്പീലുകൾ എത്ര കൊല്ലം ഹൈക്കോടതിയിൽ കാലതാമസമുണ്ട്. പാവപ്പെട്ട നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന അപ്പീലുകൾ 10 കൊല്ലം കഴിഞ്ഞാണ് വിചാരണയ്ക്ക് വരുന്നത്. അതിന് 6 മാസം എന്ന് എഴുതാൻ നമ്മുടെ ഭരണഘടനാ അധികാരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത് പരസ്പര ബഹുമാനത്തിൻ്റെ പ്രശ്നമാണ്. തെറ്റുകുറ്റികൾ കണ്ടുപിടിച്ചിട്ട് പുതിയ നിയമം ഉണ്ടാക്കുന്ന പ്രവണതയല്ല അഭികാമ്യം. 2-3 ഘടകങ്ങളും
അന്യോന്യം പരസ്പര ബഹുമാനത്തോടുകൂടി പ്രവർത്തിക്കണം എന്നാണ് നമ്മുടെ ഭരണഘടന വിവക്ഷിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ചില ഗവർണർമാരുടെ പേരിൽ പാളിച്ചകളുണ്ടാകാം, ചില ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുന്നുണ്ടാവാം. അതിനുള്ള പരിഹാരം ഇല്ലാത്ത അധികാരം വിനിയോഗിച്ചുകൊണ്ട് 3 മാസം എന്ന് എഴുതി. ഇപ്പോൾ ഒരു പൊതുവായ പ്രശ്നമാണ്. നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സത്ത മനസ്സിലാക്കാനുള്ള ചർച്ചയാണ്. ഗവർണർമാരുടെ തെറ്റിനെ കുറിച്ചല്ല നമ്മുടെ ചർച്ച. അങ്ങനെ അന്തസ്സത്ത മനസ്സിലാക്കുമ്പോൾ ഇല്ലാത്ത പരമാധികാരം രണ്ട് ജഡ്ജിമാർക്ക് കൊടുത്തുകൊണ്ട് പുതിയ വാക്കുകൾ എഴുതി ചേർക്കുന്നത് അഭികാമ്യമാണോ? ആണ് എന്ന് സ്ഥാപിച്ചാൽ ഭരണഘടനയിലെ എല്ലാ അനുച്ഛേദത്തിനും ഇത് ബാധകമാവും, അത് അസൗകര്യമാവും. ഇന്ന് അഭിപ്രായം പറഞ്ഞ ശ്രീ അസഫ് അലിക്ക് തന്നെ അസൗകര്യമുള്ള സാഹചര്യങ്ങൾ മറിച്ച് പറയാൻ നിർബന്ധിതരാകും. അപ്പോൾ ഒരു പ്രത്യേക വസ്തുതാപരമായ കാര്യങ്ങൾ വെച്ചല്ല നമ്മൾ ഭരണഘടനയെ വിവക്ഷിക്കേണ്ടത്. ഭരണഘടന ശാശ്വതമായ പുസ്തകമാണ്, രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രന്ഥമാണ്, ജനങ്ങളെ ആരാധിക്കുന്നതാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സത്തെയും ആത്മാവുമാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന കൈകാര്യം ചെയ്യുന്നവർക്ക് ഇഷ്ടം പോലെ എഴുതി ചേർക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് ജനപ്രതിനിധികൾക്കാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ജഡ്ജിമാർക്കല്ല. അതാണ് ഇതിൻ്റെ കാതലായ വശം. അല്ലാതെ തമിഴ്നാട് ഗവർണർ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റവും ചില രാഷ്ട്രീയ കക്ഷികൾക്ക് ഇഷ്ടപ്പെടാത്ത ആളായിരിക്കാം. ഇതല്ല നമ്മുടെ പരിഗണന. ഏത് ഗവർണർ എങ്ങനെ പെരുമാറണമെന്നല്ല, ഗവർണർമാർ ഭരണഘടന അനുസരിച്ച് എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെ വരുമ്പോൾ ഇല്ലാത്ത സമയപരിധി, നിയമനിർമ്മാണത്തിന് അധികാരമില്ലാത്ത ജഡ്ജിമാർ ചെയ്യുന്നത് ശരിയല്ല. ഭരണഘടന പോട്ടെ, പ്രസിഡൻറ്റിനടക്കം സമയപരിധി വെച്ചു. പ്രസിഡൻ്റ് അത് ചെയ്തില്ലെങ്കിലോ അദ്ദേഹത്തെ കോടതി ലക്ഷ്യത്തിന് തൂക്കിക്കൊല്ലോ. പ്രസിഡൻറ്റിനും ഗവർണർമാർക്കും നമ്മുടെ ഭരണഘടനയിൽ 361 അനുച്ഛേദം അനുസരിച്ച് കോടതികളിൽ നിന്ന് ഇത് ഹാജരാവിൽ നിന്ന് ഒഴിവുണ്ട്. അപ്പോൾ രാഷ്ട്രപതി ഞങ്ങൾ പറഞ്ഞ് 3 മാസത്തിനകം ബില്ല് പാസ്സാക്കിയില്ല, കോടതി ലക്ഷ്യത്തിന് നാളെ ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജിമാർക്ക് അധികാരമുണ്ടോ? ഇതാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ അധികാര പരിധി നിർണയിച്ച 3 ഘടകങ്ങൾ പരസ്പരം അതിക്രമിച്ച് കയറുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. ഇതൊരു കീഴ്വഴക്കമായി അംഗീകരിച്ചാൽ നമ്മുടെ ഭരണഘടന തകിടം മറിക്കപ്പെടും. ഇപ്പോൾ ഗവർണർമാർ തകിടം മറിച്ചാൽ നമുക്ക് ഉപാധികളുണ്ട്, നമുക്ക് മരുന്നുണ്ട്. പക്ഷേ ഈ വേലി തന്നെ വിളവ് തിന്നാൽ ഈ രാജ്യത്തെ ജനങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് ഇവിടുത്തെ കാതലായ പ്രശ്നം. യെസ്, ഗോകുമാർ സാറിന് നേരത്തെ പോകേണ്ടതുകൊണ്ട് ഞാനൊന്ന് അദ്ദേഹത്തിലേക്ക് പോവുകയാണ്, അഡ്വക്കേറ്റ് ആസഫ് അലിയുടെ പെർമിഷനോടുകൂടി. ഡോക്ടർ ഗോപകുമാർ, എന്താണ് ഇനി ഇതിനുള്ള റെമഡി? എന്താണ് പരിഹാരം? താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞു ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടണം എന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്ര സർക്കാരല്ലേ ഇനി കോടതിയെ സമീപിക്കേണ്ടത്? നിശ്ചയമായിട്ടും കേന്ദ്ര സർക്കാർ തന്നെയാണ് കോടതിയെ സമീപിക്കേണ്ടത്. മറ്റാർക്കെങ്കിലും വേണമെങ്കിലും ഒരു പെറ്റീഷനായിട്ട് പോകാവുന്നതേ ഉള്ളൂ നിയമപ്രകാരം. എന്തായാലും കേന്ദ്ര സർക്കാർ ഇത് ഫുൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന് വിടുമെന്നാണ് എൻ്റെ സുനിശ്ചിതമായ അഭിപ്രായം. അത് ചെയ്യണം. കാരണം ക്ലാരിറ്റി നമുക്ക് അത്യാവശ്യമാണ്. ഭരണഘടന എവോൾവ് ചെയ്യുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിന് പറയേണ്ട ആൾക്കാർ അത് ഏത് രീതിയിൽ പറയുന്നു, അത് ഭരണഘടനയുടെ വളർച്ചയ്ക്ക് സഹായം ചെയ്തിട്ടുണ്ടോ? ഞാൻ ജഡ്ജിമാർ ഭരണഘടനയ്ക്ക് നൽകിയ സംഭാവനകളെയൊന്നും ഒരിക്കലും കുറച്ച് കാണിക്കാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങളിൽ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഭരണഘടനയിൽ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പവേഴ്സ് കൊടുത്തിരിക്കുന്നു. അവിടെ തന്നെ കോടതി തന്നെ പല പ്രാവശ്യം AK ഗോപാലൻ കേസിൽ വന്ന ജഡ്ജ്മെൻറ്റ് പിൽക്കാലത്ത് മാറ്റാൻ നിർബന്ധിതമായതും കോടതിക്ക് അതിൻ്റേതായ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടും നാച്ചുറൽ ലോയും നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കോടതിക്ക് പിന്നീട് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ AK ഗോപാലൻ കേസ് പിൽക്കാലത്ത് റിവേഴ്സ് ചെയ്യപ്പെട്ടത്. അപ്പോൾ കോടതികൾക്ക് അഭിപ്രായം പറയാൻ തീർച്ചയായിട്ടും അവകാശമുണ്ട്. അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഭരണഘടന എത്രത്തോളം നമ്മൾ പൂർണ്ണമായിട്ട് എഴുതി തീർത്താലും അപ്പോഴും ചില ഔട്ട്ലൈന് ഗ്യാപ്പുകൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. കാരണം ഭരണഘടന വളരുന്നതനുസരിച്ച് ആ വ്യത്യാസങ്ങളുണ്ടാകും. അതിപ്പോൾ അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആയതുകൊണ്ട് സംശയമൊന്നുമില്ല, വളരെ ചെറിയൊരു ഭരണഘടനയും സെപ്പറേഷൻ ഓഫ് പവേഴ്സ് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട്
കോൺസ്റ്റിറ്റ്യൂഷൻ വളരുന്നതിന് ജഡ്ജിമാർ നിർണായകമായ സംഭാവന നൽകിയിട്ടുണ്ട്. നമ്മളവിടെ ആകട്ടെ ഇത്രയും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന എഴുതി, എന്നിട്ടും പല കാര്യങ്ങളിൽ നമുക്ക് അവ്യക്തതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ അവ്യക്തത ഉള്ള സ്ഥലത്ത് നമുക്ക് എനിക്ക് നിർഭാഗ്യവശാൽ എനിക്ക് റാംകുമാറുമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല. അതിന് പരമാധികാരം നിയമസഭയ്ക്കാണ്, പാർലമെൻറ്റിനാണ് എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിന് നിയമാധികാരമുണ്ട്. നിയമം ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ ബോഡി പാർലമെൻറ്റ് തന്നെയാണ്. പക്ഷേ എന്തുറപ്പുണ്ട് പാർലമെൻറ്റ് അംഗങ്ങൾ ഉണ്ടാക്കുന്ന നിയമം ഭരണഘടന അനുസൃതമാകുമെന്ന് എന്തുറപ്പാണ് ഉള്ളത്? നത്തിങ് ഈസ് വേഴ്സർ ദാൻ ദ ടിറണി ഓഫ് ദ മെജോറിറ്റി. ഭൂരിപക്ഷത്തിൻ്റെ ഏകാധിപത്യത്തിനപ്പുറം മറ്റൊന്നുമില്ല. അപ്പോൾ അത് നാളൊരു കാലത്ത് ഒരു പാർട്ടിക്ക് മുഴുവൻ മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്തും മാറ്റാമല്ലോ. അതുകൊണ്ട് പാർലമെൻറ്റ് മെമ്പേഴ്സിനെ അന്ധമായിട്ടങ്ങ് വിശ്വസിക്കാനും പറ്റത്തില്ല. അതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഭരണഘടന അനുസൃതമായി ചെയ്യണമെങ്കിൽ കേശവാനന്ദ ഭാരതി കേസ് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് ബേസിക് സ്ട്രക്ചർ എന്ന്, അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറഞ്ഞതിനകത്ത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള വ്യത്യാസം ആണെന്ന് കാതലായിട്ട് കോടതി പിൽക്കാല വിധികളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉള്ള സ്ഥിതിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സൈലൻസ് ഉള്ള മേഖല, കോൺഫ്ലിക്റ്റ് ഉള്ള മേഖല, അത്തരം മേഖലകൾക്ക് കൂടുതൽ സംഭാവന ചെയ്യാൻ പറ്റുന്നത് കോടതിക്ക് തന്നെയാണ്. അത് കോടതിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫുൾ ബെഞ്ചിന്, സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ചിന് വിട്ടുകൊടുക്കണം എന്നുള്ള അഭിപ്രായമുള്ളത്. കാരണം ഇക്കാര്യത്തിൽ മറ്റ് പൊതുസമൂഹത്തിന് അഭിപ്രായം പറയാം, നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അഭിപ്രായം പറയാം, പാർലമെൻറ്റ് അംഗങ്ങൾക്ക് അഭിപ്രായം പറയാം. അതൊക്കെ നിൽക്കുമ്പോഴും അന്തിമമായിട്ട് ഭരണഘടനയെ അനലൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. എത്രയോ കാര്യങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ വഴി കോൺസ്റ്റിറ്റ്യൂഷൻ വലുതാക്കി കഴിഞ്ഞു. ജുഡീഷ്യൽ ആക്ടിവിസം വന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ ഈ രാജ്യത്ത് കിട്ടി. റൈറ്റ് ടു എഡ്യൂക്കേഷൻ പോലും സുപ്രീം കോടതി വിധി ഉണ്ണികൃഷ്ണൻ കേസിൽ ജഡ്ജ്മെൻറ്റിൽ കൂടിയല്ലേ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് മാറിയത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്ന പല കാര്യങ്ങളും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ട് മാറുന്നതിന് കോടതി നൽകിയ സംഭാവനകൾ നമ്മൾ കുറച്ച് കാണരുത്. കോടതിയുടെ മറ്റു കുഴപ്പങ്ങൾ ശ്രീ റാംകുമാർ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണുള്ളത്. പക്ഷേ കോടതിക്ക് സംഭാവന ചെയ്യാൻ പറ്റുന്ന മേഖലകളുണ്ട്. അത് ഫുൾ ബെഞ്ച് ചെയ്യട്ടെ. ഫുൾ ബെഞ്ച് ചെയ്യുമ്പോൾ നമുക്കത് അംഗീകരിക്കാം. രണ്ടുപേരടങ്ങുന്ന ജഡ്ജ്മെൻറ്റിലല്ല അത് വരേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കോടതി അതിൻ്റെ ഫുൾ ബെഞ്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഇരുന്ന് അവരുടേതായ ഒരു അഭിപ്രായം പറയട്ടെ. അപ്പോൾ നമുക്കിതിന് പൂർണ്ണമായൊരു വിരാമമിടാം. അത് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ സമയബന്ധിതമായ ഒരു കാര്യം വരുന്നത് നല്ലത് തന്നെയാണ്. ആര് ഭരിച്ചാലും നല്ലതാണ്. അതല്ലെങ്കിൽ നാളൊരു കാലത്ത് ഫെഡറൽ സ്വഭാവത്തിൽ സംസ്ഥാനങ്ങൾ പാസ്സാക്കുന്ന നിയമങ്ങളെല്ലാം ഗവർണർ പിടിച്ചു വെക്കുകയോ രാഷ്ട്രപതി പിടിച്ചു വെക്കുകയോ അങ്ങനെ ഒരു സാഹചര്യം അനിയന്ത്രിതമായി പോകുന്നത് ശരിയല്ല. അതും ശരിയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ ഇൻ്റർപ്രിറ്റേഷൻ വരണം. ആ ജുഡീഷ്യൽ റിവ്യൂവിന് അതിനകത്തൊരു സ്കോപ്പുണ്ട്. അതല്ലെങ്കിൽ ജുഡീഷ്യൽ ആക്ടിവിസമായിട്ട് മാറും. അത് വരുന്നതിനേക്കാൾ നല്ലത് ജുഡീഷ്യൽ റിവ്യൂവിന് ഇതിനകത്ത് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഫുൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കട്ടെ. വളരെ നന്ദി ഡോക്ടർ ജി ഗോപകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. അഡ്വക്കേറ്റ് ആസഫ് അലി, കേസുകൾ കൈകാര്യം ചെയ്യുന്നതിലും അതുപോലെ കേസുകളിൽ തീർപ്പുണ്ടാക്കുന്നതിലും ഇൻഡെഫിനിറ്റ് ഡിലേ ഉണ്ടാക്കുന്ന, അനിശ്ചിതമായ കാലതാമസം ഉണ്ടാക്കുന്ന കോടതിക്ക് എങ്ങനെ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവരോട് ഇക്കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും? ആദ്യം കോടതിയല്ലേ നന്നാവേണ്ടത്, അതിനുശേഷമല്ലേ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവരോട് സമയപരിധിക്കുള്ളിൽ നിങ്ങൾ തീരുമാനമെടുക്കണം, ബില്ലുകളിൽ തീരുമാനമെടുക്കണമെന്ന് നിഷ്കർഷിക്കാനാവൂ? ഇത് രണ്ടും രണ്ട് വിഷയമാണ്. ഒന്ന് സുപ്രീം കോടതി, ഭരണഘടനാ കോടതികളുടെ അധികാരങ്ങളാണ് ഒരു വിഷയം. രണ്ട്, കേസുകൾ കെട്ടിക്കിടക്കുന്നു. കേസുകൾ കെട്ടിക്കിടക്കുന്നത് ന്യായാധിപന്മാർ ജോലി ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് ഒരൊറ്റ കുട്ടിക്കും അഭിപ്രായമില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഇത്രയും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗം ന്യായാധിപന്മാരാണ്, കോടതി സ്റ്റാഫാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഈ 43 കൊല്ലക്കാലത്തെ അഭിഭാഷക ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അതാണ്. ഏതെങ്കിലും ഒരു കേസിൽ ന്യായാധിപൻ അനാവശ്യമായി മടി കാണിച്ച് കേസ് കേൾക്കുന്നില്ല, കോടതി സിറ്റിംഗ് ഇരിക്കുന്നില്ല എന്ന് ഇന്ന് വരെ ആരും തന്നെ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. രാവിലെ രാത്രിയും ഒരു 6 മണിക്കൂർ ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി ഒട്ടുമുക്കാൽ ന്യായാധിപന്മാരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, താഴെ തൊട്ട് സുപ്രീം കോടതി വരെ. ലീവ് ഇറ്റ്. ഇവിടെ ക്വസ്റ്റ്യൻ ബഹുമാനപ്പെട്ട രാംകുമാർ സാറ് പറഞ്ഞ ഒരു വിഷയം, ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഗവർണർക്ക് ഒരു ബില്ല് കിട്ടിയാൽ
നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ല് ലഭിച്ചാൽ ഗവർണറുടെ മുമ്പിൽ 4 ഓപ്ഷൻസാണ്. 1 എസെൻറ്റ് കൊടുക്കുക, 2 വിത്ത് ഹോൾഡ് ചെയ്യുക, അത് പിടിച്ചു വെക്കുക, 3 രാഷ്ട്രപതിക്ക് അയക്കുക. ഈ 3 ആണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ രണ്ടാമത് നിയമസഭ പാസ്സാക്കി അല്ലെ പാർലമെന്റ് പാസ്സാക്കി വീണ്ടും ഗവർണർക്ക് അയച്ചാൽ അവിടെയാണ് 111 ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് എഴുതിയിട്ടുള്ളത്. ആർട്ടിക്കിൾ 200 ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് രണ്ടാമത് ഒരു തവണ ഗവർണറോ രാഷ്ട്രപതിയോ ബില്ല് തിരിച്ചയച്ച് പാർലമെന്റോ അസംബ്ലിയോ പാസ്സാക്കി വീണ്ടും അയച്ചാൽ അവിടെ ഒരു ആസ് സൂൺ ആസ് പോസിബിൾ കഴിയുന്നതും വേഗത്തിൽ പാസ്സാക്കി കൊടുക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നേരത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ ഗോപകുമാർ പറഞ്ഞ മാതിരി ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ട വിഷയം എന്താണ്? ഇതൊരു ക്വസ്റ്റ്യൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ എന്താണ്? ആകെ ആസ് സൂൺ ആസ് പോസിബിൾ ആദ്യം തന്നെ ബാധകമാണോ അല്ലയോ എന്നതാണ് ഇതിലൊരു ക്വസ്റ്റ്യൻ. നിയമസഭയും പാർലമെന്റും പാസ്സാക്കിയ ഒരു ബില്ല് ഗവർണർക്കും രാഷ്ട്രപതിക്കും അയച്ചാൽ അത് ആസ് സൂൺ ആസ് പോസിബിൾ അതിൽ തീർപ്പ് കൽപ്പിക്കണം എന്ന് പറഞ്ഞതാണോ വ്യാഖ്യാനം വേണ്ടത്? അല്ലെങ്കിൽ ആദ്യം അയച്ചു കഴിഞ്ഞാൽ അതിന് കാലപരിധി ഇല്ല, രണ്ടാമത് വീണ്ടും പാസ്സാക്കി അയച്ചാൽ മാത്രമേ കാലാവധി ഉള്ളൂ? ഞാൻ ചോദിക്കട്ടെ, ഒരു ബില്ല് ഗവർണറുടെ മുമ്പിൽ എത്തുന്നത് ഏതെല്ലാം കടമ്പകൾ കഴിഞ്ഞിട്ടാണ്? ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം എക്സിക്യൂട്ടീവ്. നിയമസഭ പാസ്സാക്കുന്നു, ചർച്ച നടക്കുന്നു, വോട്ടിടുന്നു, പാസ്സായി വരുന്നു. അപ്പൊ ആദ്യം തന്നെ ഗവർണർക്ക് അയച്ചാൽ ഗവർണർക്ക് കാലപരിധി ഇല്ല. ആർട്ടിക്കിൾ 200 പ്രൊവൈസോ അനുസരിച്ചും പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ അയച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിനും 111 അനുസരിച്ചിട്ടും ഇല്ല എന്നതാണ് നിയമം എന്ന് പറഞ്ഞാൽ അസംബ്ലിക്കും പാർലമെന്റിനും യാതൊരു പ്രസക്തിയില്ല. 5 കൊല്ലം കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞാലും ഗവർണറും രാഷ്ട്രപതിയും ഒപ്പിടുന്നില്ല. ഇറ്റ് മീൻസ് വാട്ട്? അവിടെ ഈ രണ്ടാമത് അയച്ചു കഴിഞ്ഞാലുള്ള ആസ് സൂൺ ആസ് പോസിബിൾ 3 മാസമായി പരിഗണിക്കാം എന്ന് നമ്മളെ നരിമാൻ പറഞ്ഞതുപോലെ ഒരു റഫറിയുടെ ജോലി ഫാലിയസ് നരിമാൻ പറഞ്ഞ ഒരു റഫറിയുടെ ജോലി കോടതി അതൊന്ന് വ്യാഖ്യാനം കൊടുക്കുന്നു. ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്നത് ഗവർണർക്കും രാഷ്ട്രപതിക്കും നിയമസഭയോ പാർലമെന്റോ ആദ്യം തന്നെ പാസ്സാക്കി അയച്ചാൽ ആ ആസ് സൂൺ ആസ് പോസിബിൾ ബാധകമാണ്. അത് 3 മാസമാണ് എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയുടെ അധികാരത്തിന്റെ എക്സീഡിംഗ് ആണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അവിടെ എന്താണ് ഒരു ഭരണഘടനാ വിരുദ്ധത, അൺകോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഉള്ളത് സുപ്രീം കോടതിയുടെ വിധിയിൽ? കാരണം ഒരു തവണ ഗവർണറോ രാഷ്ട്രപതിയോ ബില്ല് മടക്കി നിയമസഭയോ പാർലമെന്റോ പാസ്സാക്കി അയച്ചാൽ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു ആസ് സൂൺ ആസ് പോസിബിൾ. അവിടെ 3 മാസവും വേണ്ട, ഒരാഴ്ച കൊണ്ട് പാസ്സാക്കണം എന്നാണ്. ആസ് സൂൺ ആസ് പോസിബിൾ എന്നതിന്റെ ആ ഫ്രേസിന്റെ നിർവചനം നമ്മൾ പരിശോധിച്ചാൽ ഉടനെ എന്നാണ്, ഫോർത്ത് വിത്ത് നമ്മളെ വ്യാഖ്യാനിക്കാം. അപ്പൊ ആദ്യം അയച്ചാൽ അതിന് കാലാവധി ഇല്ല, അത് 2 കൊല്ലമാവാം. തമിഴ്നാട് ഗവർണർ മാത്രം ഒരു ഇൻസ്റ്റൻസ് മാത്രം ഞാൻ പറഞ്ഞത്. തമിഴ്നാട് ഗവർണർ തെറ്റ് പ്രവർത്തിക്കാൻ അവസരമുണ്ടായത് ഈ ഒരു വകുപ്പിന്റെ വ്യാഖ്യാനത്തിന്റെ അഭാവമാണ്. ഈ ആസ് സൂൺ ആസ് പോസിബിൾ ആർട്ടിക്കിൾ 200 തന്നെ എഴുതി വെച്ചിരുന്നുവെങ്കിൽ, അതായത് ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ ആസ് സൂൺ ആസ് പോസിബിൾ ഗവർണർ തീരുമാനമെടുക്കണം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഗവർണർക്ക് 4 കൊല്ലം ആ ബില്ലുകൾ പിടിച്ചു വെക്കാൻ കഴിയില്ലായിരുന്നു. ദാറ്റ് ഈസ് എൻ അബ്യൂസ്. ഭരണഘടനയിലെ ഇല്ലാത്ത ഒരു വ്യാഖ്യാനത്തിന്റെ അഭാവം കൊണ്ട് ഒരു ഗവർണർ അധികാരത്തെ ദുരുപയോഗപ്പെടുത്തി അബ്യൂസ് ചെയ്തു, ജനഹിതത്തിനെതിരായി പ്രവർത്തിച്ചു. ബഹുമാനപ്പെട്ട രാംകുമാർ സാർ പറഞ്ഞു തമിഴ്നാട് ഗവർണർ തെറ്റ് ചെയ്തിരിക്കാം. തമിഴ്നാട് എല്ലാ സംസ്ഥാനത്തെയും ഗവർണർമാർ തമിഴ്നാട് ഗവർണർമാരായി മാറും ഈ വകുപ്പിന്റെ വ്യാഖ്യാനമില്ലെങ്കിൽ. ഇത് ഈ തമിഴ്നാടിന്റെ 12 വകുപ്പുകൾ 12 ബില്ലുകൾ പരിശോധിച്ചാൽ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തെ, വെറ്റിനറി വിദ്യാഭ്യാസത്തെ, മെഡിക്കൽ വിദ്യാഭ്യാസത്തെ, അങ്ങനെ സമസ്ത മേഖലകളിലെയും ബാധിക്കുന്ന നിയമങ്ങളാണ്. വാട്ട് ഈസ് എ ബിസിനസ് ഓഫ് ഗവർണർ? അല്ലെങ്കിൽ പറയാം ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു
അത് സ്ക്രീനിങ് പവർ രാഷ്ട്രപതിക്കും പ്രസിഡന്റിന് ഗവർണർക്കും ഉണ്ട്. നിയമസഭ പാസാക്കിയാലും അത് ഗവർണറുടെ ഒരു എൻഡോഴ്സ്മെന്റ് ഉണ്ടെങ്കിലേ പാസ്സാക്കൂ എന്നാണ് ഭരണഘടനയിൽ എഴുതി വെച്ചെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഗവർണർ ഹാസ് ഗോട്ട് സം പവർ. ഒരു തവണ അയച്ച് രണ്ടാമത്തെ തവണ ഗവർണർക്ക് നോ അതർ ഗോ, ഗവർണർ ഒപ്പിട്ടേ തീരൂ. അവിടെയാണ് പറയുന്നത് ആ ഒപ്പിടുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പൊ ആദ്യം ഗവർണർക്ക് അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വെക്കാൻ വാട്ട് ഈസ് ദ ജസ്റ്റിഫിക്കേഷൻ? അഡ്വക്കേറ്റ് ആസഫ് അലി, താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെ രാംകുമാർ സാർ ചൂണ്ടിക്കാണിച്ചു, ഈ ആസ് സൂൺ ആസ് പോസിബിളിൽ വ്യക്തത വരുത്തേണ്ടത് ഈ 2 ജഡ്ജിമാരാണോ? അതുകൊണ്ടല്ലേ അത് ഭരണഘടനാ ബെഞ്ച് സസൂക്ഷ്മം വിലയിരുത്തേണ്ടതാണ്, ആ ഭരണഘടനാ ബെഞ്ചിനാണ് അത് വിടേണ്ടത്. ഇവർക്കെന്ത് അധികാരം? അതല്ലേ ഇന്ന് ഗവർണർ ആർലേക്കർ ചോദിച്ചു, അതല്ലേ ഈ 2 ജഡ്ജിമാർ ഇരുന്ന് ഭരണഘടന തിരുത്തുകയാണെങ്കിൽ പിന്നെ പാർലമെന്റ് എന്തിനാണ് എന്ന ചോദ്യം. ഞാൻ പറയാം സുപ്രീം കോടതിയിൽ 2 ജഡ്ജിമാർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ജഡ്ജ്മെന്റ് ഓഫ് ദ സുപ്രീം കോർട്ട്. Unless there is a serious question of constitutional issues involved, വളരെ ഗുരുതരമായ ഭരണഘടനാ വിഷയം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫുൾ ബെഞ്ചിന്റെ ക്വസ്റ്റ്യൻ വരുന്നില്ല. കേശവാനന്ദ ഭാരതിക്ക് ശേഷം 13 അംഗ ജഡ്ജിമാരുടെ ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഈ 2 ജഡ്ജിമാരെന്ന് പറഞ്ഞ സുപ്രീം കോടതിയാണ്. ആർട്ടിക്കിൾ 141 അനുസരിച്ച് ദാറ്റ് ഇസ് ദ ജഡ്ജ്മെന്റ് ഓഫ് ദ സുപ്രീം കോർട്ട്. 2 ജഡ്ജിമാർ എന്ന് പറയുന്നത് അവിടെ ക്വസ്റ്റ്യൻ വരുന്നേ ഇല്ല. ഇവിടെ ഒരു ലാർജർ ബെഞ്ചിന് വിടേണ്ട വിഷയം എന്താണ്? ആസ് സൂൺ ആസ് പോസിബിൾ ആദ്യം തന്നെ ബാധകമാണോ അല്ലെങ്കിൽ രണ്ടാമത് ബാധകമാണോ? രണ്ടാമത് ബാധകമാണ്. ദർ ഇസ് എ ക്ലിയർ പ്രൊവിഷൻ. അപ്പൊ രണ്ടാമത് ബാധകമാക്കി വെച്ചതിന്റെ അർത്ഥം ഗവർണർക്കും പ്രസിഡന്റിനും അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വെക്കാൻ അധികാരമില്ല എന്നതാണ്. രണ്ടാമത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് ഒരു മാർഗമില്ല ഗവർണർക്കും രാഷ്ട്രപതിക്കും എന്ന് പറഞ്ഞാൽ അതിനൊരു ഭരണഘടനാ പ്രശ്നമാണോ അത്? ഈ ആസ് സൂൺ ആസ് പോസിബിൾ ആർട്ടിക്കിൾ 111 ആദ്യം തന്നെ ബാധകമാണോ അല്ലെങ്കിൽ 200 ആർട്ടിക്കിളിൽ ആദ്യം ബാധകമാണോ എന്ന് പറയുന്ന മിയർ കോമൺ സെൻസ് വ്യൂ ആണത്. അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഗവർണർക്ക് അതിലൊരു സ്ക്രീനിങ് പവർ, ഗവർണർക്ക് രണ്ടാമതും അയച്ചാൽ ഗവർണർക്ക് അതിൽ തൃപ്തി അല്ലെങ്കിൽ അത് തള്ളാനുള്ള അധികാരം ഗവർണർക്കുണ്ടെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ അറിയുമോ, ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് പൽക്കിവാല കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ആർട്ടിക്കിൾ 368 പറഞ്ഞിരിക്കുന്നത് ഭേദഗതിയാണ്, നോട്ട് റിവ്യൂ ഓർ റീമോഡലിംഗ്. പൽക്കിവാല ഒരു ഉദാഹരണം ചോദിച്ചു. ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചു ഇത് ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പ്രതിമയുടെ മുഖം മാറ്റാം, ചെവി മാറ്റാം, മുക്ക് മാറ്റാം, അല്ലാതെ അതിന് മൊത്തം പൊളിച്ചെഴുതാൻ പാടില്ല. എന്നിട്ട് ബൽക്കിവാല വേറൊരു കാര്യം കൂടി ചോദിച്ചു. ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഒരു പ്രമേയം, ഒരു ബില്ല് പാസ്സാക്കുന്നു പാർലമെന്റ്. എന്താ പാർലമെന്റ്? പ്രതിപക്ഷത്തുള്ള എല്ലാവരെയും ഒരു 10 കൊല്ലത്തേക്ക് ജയിലിലിടാൻ തീരുമാനിക്കുന്നു. ആ ബില്ല് പാസ്സാവുമല്ലോ. AK ഗോപാലിന്റെ കേസിൽ MK നമ്പ്യാർ ചോദിച്ചതാണിത്. ഫർക്കിവാല പിന്നീട് ചോദിച്ചു. MK നമ്പ്യാർ ചോദിച്ചതാണ് AK ഗോപാലിന്റെ കേസിൽ. കാരണം മദ്രാസ് പബ്ലിക് ഓർഡർ ആക്ട് അനുസരിച്ച് AK ഗോപാലനെ രണ്ടാമതും അറസ്റ്റ് ചെയ്തപ്പോൾ അപ്പോ ഒരു ജഡ്ജി ചോദിച്ചു, ത്രിവേദി എന്ന് പറഞ്ഞ ജഡ്ജി ചോദിച്ചു, ഡു യു തിങ്ക് ദാറ്റ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആർ ഇൻസൈൻ? ഫർക്കിവാല പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ടെസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി is not what a sane parliament may probably do, but an insane parliament can possibly do. ടെസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി എന്ന് പറഞ്ഞാൽ വിവേകമുള്ള പാർലമെന്റ് ചെയ്യാൻ ഇടയുള്ളതല്ല, അവിവേകികളായ പാർലമെന്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പാർലമെന്റ് ആണ് സുപ്രീം എന്ന് പറയുന്നത് വെരി ഡേഞ്ചറസ്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. ഭരണഘടന നിലനിൽക്കുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഫറിയായ ജുഡീഷ്യറി ഈ കളിക്കാരുടെ പിന്നാലെ വന്ന് തെറ്റ് ചെയ്യുമ്പോൾ പെനാൾട്ടി വിളിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഒരു ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇതിലില്ല. ആകെ ക്വസ്റ്റ്യൻ എന്താണ്? ആസ് സൂൺ ആസ് പോസിബിൾ അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ബാധകമാണോ അല്ലയോ? അത് സുപ്രീം കോടതിയുടെ 2 ജഡ്ജിമാർ വിധി പറഞ്ഞാൽ അത് ആർട്ടിക്കിൾ 141 അനുസരിച്ച് ദാറ്റ് ഇസ് എ ജഡ്ജ്മെന്റ് ഓഫ് ദ സുപ്രീം കോർട്ട്. ഇറ്റ് ഈസ് ബൈൻഡിങ് ടു ഓൾ.
ഓക്കെ, മറ്റൊരു അഭിഭാഷകൻ കൂടി എത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ഇത് വലിയൊരു നിയമപ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ബഹുമാനപ്പെട്ട ആസിഫ് അലി സാറ് പറഞ്ഞത് റഫറി ആയിട്ടാണ് കളിക്കാരുടെ ഇടയിൽ സുപ്രീം കോടതി നിൽക്കുന്നത്. അത് ശരിയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, റഫറിക്ക് ഗോൾ അടിക്കാനുള്ള അവകാശമുണ്ടോ? കാരണം റഫറിക്ക് ഗോൾ അടിക്കാനുള്ള അവകാശം ഒരിക്കലും ഇല്ല. എവിടെ വെച്ച് ഗോൾ അടിക്കണം? അല്ല, ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ സാറേ. ഇവിടെ റഫറി ഗോൾ അടിക്കുകയാണ് ചെയ്തത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ ആസിഫ് സാർ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അല്ല, ആസിഫ് അലി സാറും രാംകുമാർ സാറും ഒക്കെ ഇരിക്കുന്ന വേദിയിൽ താങ്കളെ പോലുള്ള ആളുകളുടെ പരിണിത പ്രജ്ഞന്മാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ എന്നെ പോലുള്ള ആളുകൾക്ക് അഭിഭാഷകനാണെങ്കിൽ പോലും ഒരു ചില ലോജിക്ക് ഉപയോഗിച്ച് ഞാൻ ചോദിക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ അങ്ങ് പറഞ്ഞതനുസരിച്ചാണ് വാസ്തവത്തിൽ റഫറി ഗോൾ അടിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടണം എന്ന് പറയാൻ കാരണം. റഫറി ഗോൾ അടിച്ചിട്ടില്ല എന്ന് അങ്ങ് പറയുമ്പോൾ റഫറി ഗോൾ അടിച്ചതായിട്ടാണ് കളിക്കാരും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളും പറയുന്നത്, അഥവാ ഗോൾ കിട്ടിയ ആളുകൾ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കളിയിൽ എന്താ ചെയ്യുക? കളിയിൽ ഒരു തേർഡ് മാൻ്റെ അടുത്തേക്ക് വിടും. ഇത് ശരിയാണോ എന്നറിയാൻ. ക്രിക്കറ്റ് കളിയിലൊക്കെ അങ്ങനെയാണല്ലോ. അതേപോലെ വാസ്തവത്തിൽ ഇത് ഭരണഘടനാ ബെഞ്ചിന് നമ്മുടെ ഗോവിന്ദ് സാറ് പറഞ്ഞ പോലെ, ഗോപകുമാർ സാറ് പറഞ്ഞതുപോലെ ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ടതായ ഒരു വിഷയമാണ്. വാസ്തവത്തിൽ ഈ രണ്ടംഗ ബെഞ്ച് പറയേണ്ടത് മിനിമം ഒരു അഞ്ചംഗ ഭരണഘടന വിലയിരുത്തൽ സമിതിയുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ബെഞ്ചിന്റെ മുമ്പിലേക്ക് ഇതിനെ കൊണ്ടുപോകണം. തീർച്ചയായിട്ടും ആസിഫ് അലി സാറ് പറഞ്ഞതുപോലെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തെ വ്യാഖ്യാനിക്കാൻ യാതൊരു സംശയവുമില്ല. വ്യാഖ്യാനിക്കാനുള്ള അവകാശം ജുഡീഷ്യറിക്കുണ്ട്. പക്ഷെ ഈ 3 ഓർഗൻ ഉണ്ടല്ലോ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, ഈ 3 ഓർഗനും 3 ലക്ഷ്മണ രേഖകളുണ്ട്. ആ ലക്ഷ്മണ രേഖ മറികടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന ആർട്ടിക്കിൾ 200 ആസ് സൂൺ ആസ് പോസിബിൾ എന്നത് എന്താ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ എഴുതി വെച്ചതാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് മാത്രം എഴുതി വെക്കാൻ കാരണം? അന്ന് നടന്ന ചർച്ചയിലും ഞാൻ വായിച്ചതനുസരിച്ച് അന്ന് നടന്ന ചർച്ചയിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. വളരെ ബോധപൂർവമാണ് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് എഴുതി വെച്ചത്. ആ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് എഴുതി വെച്ചത് മാറ്റി അവിടെ 3 മാസം എന്ന് എഴുതി വെക്കാൻ കൺസ്ട്രക്ട് ചെയ്യാനുള്ള അവകാശം. ഞാനിതിന്റെ ബില്ലിന്റെ കാര്യത്തെക്കുറിച്ച് രണ്ടാമത് വരാം. അപ്പൊ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ജഡ്ജ്മെന്റ് വായിക്കുന്ന സമയത്ത് ആസിഫ് അലി സാറ് പറഞ്ഞ കോണ്ടസ്റ്റിൽ സംസാരിക്കുമ്പോൾ റഫറി ഗോൾ അടിച്ച ഒരവസ്ഥയിലാണ് വാസ്തവത്തിൽ ഈ ജഡ്ജ്മെന്റ് കാണുന്നത്. ത്രോ ആണോ, പെനാൽറ്റി ആണോ, കോർണർ ആണോ എന്നൊക്കെ നിശ്ചയിക്കാം. പക്ഷേ ഒരിക്കലും കോർണർ കിക്ക് എടുക്കാൻ പാടില്ല, ഗോൾ അടിക്കാൻ പാടില്ല, പെനാൽറ്റി അടിക്കാൻ പാടില്ല. അപ്പോ വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? ആസ് സൂൺ ആസ് പോസിബിൾ എന്ന വാക്ക് കറക്റ്റാണ്. അത് ആർട്ടിക്കിൾ 200 പറയുന്നുണ്ട്. അതിനെ 3 മാസം എന്ന് എഴുതാനുള്ള, കൺസ്ട്രക്ട് ചെയ്യാനുള്ള അവകാശം ഈ ബെഞ്ചിനുണ്ടോ? ആസിഫ് അലി സാർ അതാണ് വ്യക്തമാക്കേണ്ടത്. കാരണം ലെജിസ്ലേച്ചറിന്, എക്സിക്യൂട്ടീവിനും അതുപോലെ ജുഡീഷ്യറിക്കും ലക്ഷ്മണ രേഖകൾ ഉള്ളപ്പോൾ 3 മാസം എന്നുള്ളത് അടുത്തൊരു ബെഞ്ച് വന്നിട്ട് പറയാണ് ഇത് 3 മാസമാക്കി, ഇത് കൂടിപ്പോയി, ഇത് പിറ്റേ ദിവസം തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ഇന്ന് 3 മാസം പറഞ്ഞു, വേറൊരാൾ പറയാണ് അതല്ല, അത് 3 മാസം എന്നുള്ളത് മാറ്റി ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ ആക്കേണ്ടതാണ് എന്ന് പറയുന്നത് ശരിയാണോ? അപ്പൊ ഭരണഘടനാപരമായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അത് ആ ചർച്ചയിൽ തന്നെ ഇതിന്റെ കാലയളവ് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇവിടെ ഞാൻ ഈ വിഷയം പറഞ്ഞതിന് ശേഷം ഞാൻ നേരെ തമിഴ്നാട്ടിലേക്ക് വരുന്നു. തമിഴ്നാട്ടിലെ ഗവർണർ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്ന ആളാണ് ഞാൻ. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ തമിഴ്നാട്ടിലെ ഗവർണർ ചെയ്യാൻ പാടില്ല. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ആർട്ടിക്കിൾ 200 പ്രകാരം 3 തരത്തിലുള്ള ഓപ്ഷൻസേ ഉള്ളൂ. 4 ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് 3 എണ്ണമാണ്. അതിലൊന്ന് അസെന്റ് കൊടുക്കുക, അതല്ലെങ്കിൽ അസെന്റ് കൊടുക്കാൻ കഴിയില്ല, ഇന്ന കാര്യങ്ങളുണ്ട്, അമെന്റ്മെന്റ് ഉണ്ട്, അതിൽ എന്റെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുക. അങ്ങനെ അതല്ലെങ്കിൽ ആദ്യം കൈ കിട്ടുമ്പോൾ തന്നെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രപതിക്ക് അയക്കുക. ഇത് 3 എണ്ണമാണ് ഒരു ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണറുടെ ആർട്ടിക്കിൾ 200 പ്രകാരമുള്ള അവകാശം.
ഇവിടെ തമിഴ്നാട്ടിലെ ഗവർണർ ചെയ്തത് വാസ്തവത്തിൽ അദ്ദേഹം ബില്ല് കുറെ നാള് കയ്യിൽ വെച്ചു, അതിനുശേഷം അത് തിരിച്ചയച്ചു. അദ്ദേഹത്തിന്റെ അമെന്റ്മെന്റ് വെച്ച് തിരിച്ചയച്ചപ്പോൾ വീണ്ടും നിയമസഭ അമെന്റ്മെന്റ് ഒന്നും സ്വീകരിക്കാതെ, അഭിപ്രായം സ്വീകരിക്കാതെ വീണ്ടും തിരിച്ചു വരുമ്പോൾ രാഷ്ട്രപതിക്ക് അയക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 200 പറയുന്നില്ല. എഗെയിൻ വന്നാൽ അത് അത് വാസ്തവത്തിൽ അത് സൈൻ ചെയ്ത് ഒപ്പിട്ട് തിരിച്ച് നിയമസഭയ്ക്ക് അല്ലെങ്കിൽ അത് തിരിച്ച് അയക്കുകയാണ് വേണ്ടത്. അവിടെയാണ് ഗവർണർ ചെയ്ത തെറ്റ്. ഗവർണർ രണ്ടാമത് വന്നിട്ടും ഒപ്പിടാതെ നേരെ രാഷ്ട്രപതിക്ക് അയച്ചു. ഞാൻ ആ പോയിന്റ് വരെ സുപ്രീം കോടതി പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കും. കാരണം അത് കറക്റ്റാണ്. കാരണം അത് ആർട്ടിക്കിൾ 200 പറയുന്ന യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് ആ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ആർട്ടിക്കിൾ 201 പോലും, അതായത് രാഷ്ട്രപതിക്ക് അവകാശമില്ല ഇത് വെച്ചുകൊണ്ടിരിക്കാൻ എന്ന രീതിയിലേക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ, കൺസ്ട്രക്ട് ചെയ്യാൻ ജുഡീഷ്യറിക്ക് അവകാശമുണ്ടോ? അങ്ങനെയാണ് നാളെ ഇനി പാർലമെന്റിലെ കാര്യങ്ങളൊക്കെ പലതും ഇങ്ങനെ ചെയ്താൽ മതി, നാളെ റിപ്പബ്ലിക് ഡേ വരുമ്പോ അത് ഇന്നമാതിരി പ്രസിഡന്റ് പോയാൽ മതി എന്നൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ സുപ്രീം കോടതി ആരാണ്? ഞാനൊരു അഭിഭാഷകനാണ്, ഞാൻ സുപ്രീം കോടതിയെ ഒരിക്കലും വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു, ഏതാണ്ട് 700 മണിക്കൂറുകളോളം ചർച്ച ചെയ്ത ഒരു നിയമം. ലോകത്ത് ഏക രാജ്യം ജുഡീഷ്യറിയുടെ മക്കളെ ജുഡീഷ്യറിയിൽ ജഡ്ജിയാക്കുന്ന ലോകത്തെ ഏക രാജ്യമാണ് ഇന്ത്യ. അത് മാറ്റി, ആ കൊളീജിയത്തിന്റെ ആ സമീപനം മാറ്റിയിട്ട് ഒരു പുതിയ സമീപനം വരാൻ വേണ്ടിയിട്ട് പാർലമെന്റ് പാസ്സാക്കിയ നിയമം മണിക്കൂറുകളൊന്നും എടുത്തില്ല, മിനിറ്റുകൾക്കുള്ളിൽ തള്ളിക്കളഞ്ഞല്ലോ. ഈ ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുന്നവർ അത് തള്ളിക്കളയാൻ കാരണം എന്താ? ഇന്ത്യൻ ജുഡീഷ്യറിയിലെ 35% ജഡ്ജസും ജഡ്ജിമാരുടെ മക്കളാ. അതല്ലാതെ ജനാധിപത്യപരമായി തന്നെ വരണം എന്ന് ചിന്തിച്ചപ്പോ സുപ്രീം കോടതി അതങ്ങ് തള്ളിക്കളഞ്ഞില്ല വളരെ സിമ്പിളായിട്ട്. ഞാൻ സുപ്രീം കോടതിയെ വിമർശിക്കുകയല്ല, ഞാൻ സുപ്രീം കോടതി എടുത്ത സമീപനത്തിനെ എതിർക്കുകയല്ല. പക്ഷെ പറയുമ്പോൾ നമ്മളെല്ലാം പറയണം. സുപ്രീം കോടതി കാലതാമസം വരുത്തുന്നുണ്ട് എന്ന് അനിൽ നമ്പ്യാർ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം സുപ്രീം കോടതിയുടെ മുമ്പിൽ 5 മില്യൺ കേസ് പെൻഡിങ് കിടക്കുകയാണ്. സുപ്രീം കോടതി നേരത്തെ ആസിഫ് അലി സാർ പറഞ്ഞ പോലെ ഒരു കോടതിയും വെറുതെ ഇരിക്കുന്നില്ല. അവർക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവർ വിധി പറയുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു നിഷേധമായിട്ടോ അല്ലെങ്കിൽ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതോ അല്ല. പക്ഷെ പ്രശ്നം ഇതാണ്, എന്റെ ടെക്നിക്കലായിട്ട് ഇപ്പൊ 10 ബില്ല് ഡീംഡ് ടു ബി പാസ്ഡ് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നതിനെ പോലും ഞാൻ എതിർക്കുന്നില്ല. എന്റെ അടിസ്ഥാനപരമായ ചോദ്യം, ഇത് ഡിക്റ്റേറ്റ് ചെയ്യാൻ, ഇത് കൺസ്ട്രക്ട് ചെയ്യാനുള്ള അവകാശം സുപ്രീം കോടതിക്കുണ്ടോ? നമ്മൾ വേറൊരു തലത്തിൽ നിന്ന് ചർച്ച ചെയ്യണം. BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാണ്. ഒരിക്കലും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്ന് പറയുന്നത് ഇത് ഏജൻസി അല്ല. ഗവർണർ ഈസ് നോട്ട് ആൻ ഏജന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. ഇത് പറഞ്ഞിട്ടുള്ളതും സുപ്രീം കോടതി തന്നെയാണ്. ഗവർണർ എന്ന് പറയുന്നത് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തതാണ്. നമ്മുടെ ഒരു കീഴ്വഴക്കമില്ലേ? അപ്പോ കേവലം തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. പക്ഷെ തെറ്റ് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഇതാണ് ശരി എന്ന് പറഞ്ഞ് ശരി എഴുതി ചേർക്കാനോ അല്ലെങ്കിൽ തെറ്റും ശരിയും വിവേചനാപൂർവം വർണ്ണിക്കാനോ വ്യാഖ്യാനിക്കാനോ ഉള്ള അവകാശമുള്ള ആളുകൾ അതിന് മറ്റൊരു തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗോപകുമാർ സാറ് പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വരുന്നത്. ഒരു പരിധി വരെ, അതായത് ഇതിനെ വേറൊരു തലത്തിൽ ചിന്തിച്ചാൽ ബില്ലുകളുടെ മുകളിൽ ഭരണം ഇന്ന് BJP ഭരിക്കുന്നു, അത് ഒരുപക്ഷെ മാറിയെന്ന് വരാം, നാളെ വേറൊരു കക്ഷി ഭരിച്ചു എന്ന് വരാം. ഇതിനു മുമ്പും ഇവിടെ ഗവർണർമാരുമായിട്ട് രാം ദുലാരി സിംഹയൊക്കെ ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കാലങ്ങളായി നടന്നു വരുന്നതാണ്. തീർച്ചയായിട്ടും ഗവർണർമാര് ബില്ലിന്റെ മുകളിൽ അടയിരുന്ന് അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, തമിഴ്നാട്ടിലെ ബില്ല് എന്ന് പറയുന്നത് കേരളത്തിലെ ഗവർണർ തിരിച്ചയച്ച ബില്ലുമായി സമാനമായി ബന്ധപ്പെട്ടതാണ്. അത് കേന്ദ്രത്തിന്റെ, അതായത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്ന വൈസ് ചാൻസലറുമായി ബന്ധപ്പെടുന്ന വിഷയമാണ്. AKG സെന്ററിൽ ചായ കൊടുക്കുന്നവരെ വൈസ് ചാൻസലർ ആക്കണം എന്ന് പറഞ്ഞാൽ അതിൽ ഒപ്പിടാൻ പറ്റുമോ? ഒപ്പിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ സാങ്കേതികമായ പ്രശ്നങ്ങളാണ്, നമ്മൾ അതിനെയൊക്കെ കാണണം. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പരിധിയിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഗോൾ അടിക്കാനുള്ള അവകാശം റഫറിക്കുണ്ടോ? 3 മാസം എന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ അല്ലെങ്കിൽ 3 മാസം എന്ന് എഴുതി ചേർക്കാനുള്ള അവകാശം ഒരു സുപ്രീം കോടതിക്കും ഗവർണർ പദവി പോലും വേണ്ട എന്ന് വാദിക്കുന്നവരുണ്ടല്ലോ. ഇപ്പോ ഗവർണർ പദവി പോലും വേണ്ട, ഗവർണർ പദവി പോലും വേണ്ട എന്ന് വാദിക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർക്ക് രാജ്യം വേണ്ട എന്ന് വാദിക്കുന്നവരായിരുന്നില്ലേ?
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ 1947 ഓഗസ്റ്റ് 15 കരിദിനം ആചരിച്ചവരല്ലേ? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ടാറ്റ ബിർള കോൺസ്റ്റിറ്റ്യൂഷൻ, വി ഡോണ്ട് വാണ്ട് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പ്രഖ്യാപിച്ചവരല്ലേ? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും ഇറങ്ങിപ്പോകണം, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം കൊണ്ടുവന്നപ്പോൾ ആ പ്രക്ഷോഭത്തിൽ ബ്രിട്ടീഷുകാരുടെ ഒപ്പം നിന്നവരല്ലേ? ബ്രിട്ടീഷുകാരുടെ 30 വെള്ളി കാശിന് വേണ്ടി ഭാരതത്തെ ഒറ്റുകൊടുക്കാൻ തയ്യാറായ ആളുകളല്ലേ? സുഭാഷ് ചന്ദ്രബോസിനെ ചെരുപ്പ് നക്കി, ജപ്പാന്റെ ചെരുപ്പ് നക്കി എന്ന് പ്രഖ്യാപിച്ചവരല്ലേ? മഹാത്മാഗാന്ധിയെ അങ്ങേയറ്റം മ്ലേച്ഛമായ രീതിയിൽ സംസാരിച്ചവരല്ലേ? ഇവരൊക്കെ എന്നാണെന്ന് ഈ ഗാന്ധി പ്രേമവും പട്ടേൽ പ്രേമവും ഒക്കെ തുടങ്ങിയതെന്നാ? കോൺഗ്രസ്സുകാരുടെ സമ്മേളനം ഇപ്പോ ഗുജറാത്തിൽ കഴിഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 150 വർഷത്തെ ജന്മദിനത്തിലാണ് പട്ടേൽ ഞങ്ങളുടെയാണെന്ന് തിരിച്ചറിയുന്നത്. 1961 ശേഷം ഒരു ദേശീയ സമ്മേളനം ഗുജറാത്തില് ഈ പട്ടേലിന്റെയും ഗാന്ധിയുടെയും മണ്ണിൽ വെച്ചത് ഇപ്പോഴാണ്. അതുവരെ അവഗണിക്കപ്പെടുകയായിരുന്നു. ഇപ്പൊ ഇവർക്കൊക്കെ തരം കിട്ടുമ്പോൾ ഇവരെന്തും പറയും. സുപ്രീം കോടതി രാമജന്മഭൂമിയുടെ വിഷയത്തിൽ ജഡ്ജ്മെന്റ് വന്നപ്പോഴും, നമ്മുടെ രൂപ നിരോധിച്ചപ്പോഴും, കറൻസി നിരോധിച്ചപ്പോഴും, നോട്ട് നിരോധനത്തിന്റെ നിയമം വന്നപ്പോഴും, റഫേൽ കേസിന്റെ വിധി വന്നപ്പോഴും സുപ്രീം കോടതി ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞവരല്ലേ കോൺഗ്രസിന്റെ ആളുകൾ, എന്ന് പറഞ്ഞവരല്ലേ CPM-ന്റെ ആളുകൾ. അപ്പൊ അവര് ഇപ്പോ ഇത് ഗംഭീരമാണ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം വരുമ്പോ ചക്കര, അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യം വരുമ്പോ കയ്പ്, ശരിയല്ല എന്ന് പറയുന്ന. ഞാൻ ആ രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഒറ്റ വരിയിൽ നിർത്താം. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരു ഗവർണറെ ആക്കാനോ ഗവർണർ ആകാനോ ഗവർണറെ നിയമിക്കാനോ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഗവർണർ പദവി വേണ്ടെന്ന് പറയുന്നതാണത്. അത് സാരമില്ല, അത് നോക്കേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോ ഈ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ ചർച്ചയിൽ ഞാൻ രാംകുമാർ സാർ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വളരെ വൈകിയ വന്നത്. പക്ഷെ ഞാൻ ഗോപകുമാർ സാർ പറയുന്നതിന്റെ ഒരു ചെറിയ ഭാഗം കേട്ടു. പറഞ്ഞത് അതെ, എന്റെയും ആ അഭിപ്രായം വളരെ കൃത്യമാണ്. കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ ദർ ഇസ് നോ റൈറ്റ്. പെനാൽറ്റി ഷൂട്ട് അടിക്കാൻ റഫറിക്ക് അവകാശമില്ല. ഇവിടെ ഇപ്പൊ റഫറി കയറി പെനാൽറ്റി ഷൂട്ട് അടിച്ചു. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഇന്നത്തെ കേരളത്തിലെ ഗവർണർ സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനം. യെസ്, രാംകുമാർ സാർ, ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, പ്ലീസ്. അതല്ല, പല നിയമങ്ങളിലും ചില പരിധികൾ വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ 45 ദിവസമാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ 45 ദിവസം വളരെ കുറവാണ്. കാരണം 5 ലക്ഷം വോട്ടർമാരെ അഭിമുഖീകരിച്ച് എനിക്ക് ആ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ സമ്പാദിക്കാൻ ഈ 45 ദിവസം പോരാ എന്ന് പലപ്പോഴും ഉണ്ട്. എൻ്റെ സുഹൃത്ത് ആസഫ് അലി പറയണത് കേൾക്കുന്ന ജഡ്ജിക്ക് അത് 60 അധികാരമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അത് നിയമനിർമ്മാണ മേഖലയിൽ വരുന്നല്ലേ. വാസ്തവത്തിൽ അങ്ങനെ ഒരുപാട് നിയമങ്ങളിൽ സമയപരിധി വെച്ചിട്ടുണ്ട്. ആ സമയപരിധി പലപ്പോഴും അപര്യാപ്തമാണ് എന്ന് നമുക്ക് അനുഭവത്തിൽ വരുന്നുണ്ട്. എത്രയോ തിരഞ്ഞെടുപ്പ് കേസിൽ ഹാജരാവാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ 45 ദിവസം കുറവാണ്. കാരണം സാക്ഷികളെ കണ്ടുപിടിക്കണം, അഴിമതി പ്രവൃത്തികളുടെ തെളിവ് വേണം. ഒരു 45 ദിവസമൊന്നും സിവിൽ കേസ് കൊടുക്കാൻ പോലും 90 ദിവസം സമയമുണ്ട്. അപ്പോൾ ഒരു സിവിൽ കേസ് കൊടുക്കാൻ 90 ദിവസം നിശ്ചയിച്ചത് തെരഞ്ഞെടുപ്പ് കേസ് പോലെ ജനങ്ങളെ ബാധിക്കുന്നതിന് 45 പോരാ എന്ന് പറയാൻ ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് അവകാശമുണ്ടോ? സുപ്രീം കോടതി ജഡ്ജിക്ക് അവകാശമുണ്ട്? ഇവിടെ കാതലായ പ്രശ്നം അതാണ്. നിയമനിർമ്മാണം ജനങ്ങളുടെ പ്രതിനിധികൾക്ക് അവകാശപ്പെട്ടതാണ്. അവരെത്ര മോശക്കാരാവട്ടെ, എന്ത് ക്രിമിനൽ കേസിലെ പ്രതികളാവട്ടെ, നിയമനിർമ്മാണം നമ്മുടെ ജനങ്ങൾ, നാം ഇന്ത്യക്കാരായ നാം ജനപ്രതിനിധികളെയാണ് ഏൽപ്പിച്ച് ആ ചുമതലയും ഉത്തരവാദിത്വവും ജഡ്ജിമാർ ഏറ്റെടുക്കുന്നത് നമ്മുടെ ഭരണഘടന വിവക്ഷ ചെയ്യുന്നില്ല. സിമ്പിളായിട്ടുള്ള പ്രശ്നമാണ് ഇത്. ഭരണഘടന പ്രകാരം 3 മാസം നിശ്ചയിക്കാൻ ഏത് അനുച്ഛേദമാണ് നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാരെ അധികാരപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ തമിഴ്നാട് ഗവർണർ ശരിയാണോ, ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് ശരിയാണോ, ഇതല്ല ഇവിടുത്തെ പ്രശ്നം. ഇത് ജഡ്ജിമാർക്ക് വഴങ്ങിക്കൊടുത്താൽ ഭരണഘടന ലേഖനം ചെയ്യുന്നത് പോലത്തെ റിസൾട്ടാവും. അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ
പരമാധികാരത്തെ ബാധിക്കും. കാരണം ഒരു ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഏറ്റവും വലുത്. ബേസിക് സ്ട്രക്ചർ എന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് എൻ്റെ സുഹൃത്ത് അസഫ് അലി പറഞ്ഞു. അവരെന്താ പറഞ്ഞത്? ജനാധിപത്യമാണ് ഏറ്റവും വലിയ ബേസിക് സ്ട്രക്ചർ ഘടകം. അപ്പോൾ ആ ജനാധിപത്യത്തിന് വിരുദ്ധമായി നിർണയിക്കേണ്ട ആളുകൾ തന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ റഫറി ഗോൾ അടിക്കുന്ന ഒരു സംഭവം വന്നാൽ അത് ശരിയാണ് എന്ന് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എങ്ങനെ പറയും? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, ഭരണഘടനാ പദവികളെ ഡിക്റ്റേറ്റ് ചെയ്യാൻ സുപ്രീം കോടതിക്ക് പരമാധികാരമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സുപ്രീം കോടതിയിൽ ഭരണഘടനാ ബെഞ്ചിലേക്ക് 2 ജഡ്ജിമാർ ഇരുന്ന് ഭരണഘടന തിരുത്തുകയാണെങ്കിൽ പാർലമെൻറ്റ് എന്തിന് എന്ന ചോദ്യം പ്രസക്തമാണ്. ഭരണഘടനാ പദവികളിലിരിക്കുന്നവർക്ക് സുപ്രീം കോടതി മൂക്കുകയറിടുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന നിയമപ്രശ്നങ്ങൾ ഗുരുതരമാണ്. തമിഴ്നാട് ഗവർണറെ നിഷ്പ്രഭനാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി ഭരണഘടനാ ബെഞ്ചിൻ്റെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും